ഒരു വണ്ടി എടുത്ത് ഇത് വീലിന്റെ ബിയറിംഗ് ചെക്ക് ചെയ്യുന്നതാണ് കേട്ടോ. നമുക്ക് നോർമലി ഈ ഡ്രമ്മിനൊക്കെ മീൻസ് ഈ പാഡിനൊക്കെ എത്രയാണ് ലൈഫ് വരുന്നത്? വണ്ടിയുടെ ഓയിൽ ഫുള്ള് ഒരു ഡ്രെയിൻ ആയി ഇപ്പൊ ലാസ്റ്റ് ഡ്രോപ്പും താഴെ വീടും എല്ലാവരും സ്ഥിരമായിട്ട് വഴി കിടക്കുന്ന ഒരു കാര്യം. ഈ അടുത്ത് സ്ഥിരമായിട്ട് ആൾക്കാർ കൺസേൺ പറഞ്ഞ് വഴിയിലായി എന്ന് പറയുന്ന ഇതാണ് ഗിയർ സെലക്ടർ ബുഷ്. ആവശ്യം പോലെ സ്റ്റോക്ക് ഉണ്ട്. ഇതൊക്കെ സ്ഥിരം ഡെയിലി റിക്വയർമെന്റ് വരുന്നതായതുകൊണ്ട് ആവശ്യത്തിൽ കൂടുതലുള്ള സ്റ്റോക്കുകൾ ഇരിപ്പുണ്ട് കേട്ടോ. വണ്ടി റെഡി ഫോർ ഡെലിവറി. അപ്പൊ നമസ്കാരം, എക്കോസ്റ്റീവന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പൊ ഇന്ന് ഒരുപാട് ദിവസത്തിന് ശേഷം മറ്റൊരു വീഡിയോ ആയിട്ട് നമ്മൾ വന്നേക്കുന്നത്. അപ്പൊ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ എന്റെ വണ്ടിയായിട്ട് 1,00,000 കിലോമീറ്ററിന്റെ സർവീസിന് ഞാൻ പോവുകയാണ് കൈരളി ഫോർട്ട് ട്രിവാൻഡ്രത്തിലേക്ക്. അപ്പൊ നമുക്ക് സർവീസ് എങ്ങനെ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അതായത് നമുക്ക് ഓരോരോ ഡീറ്റെയിൽ ആയിട്ട് അവരെങ്ങനെയാണ് സർവീസ് ചെയ്യുന്നത്, സർവീസിന്റെ കോസ്റ്റ് എങ്ങനെയാണ്, എത്ര സമയം എടുക്കും. അപ്പം ബേസിക്കലി ഒരുപാട് ആൾക്കാർ നമ്മളെ വിളിച്ച് ചോദിക്കുന്നുണ്ട്. പല ആൾക്കാരും കംപ്ലൈൻസ് പറയുന്നുണ്ട്, വണ്ടി ഫോർഡ് ഇന്ത്യയിൽ പ്രൊഡക്ഷൻ നിർത്തി അല്ലെങ്കിൽ ഓപ്പറേഷൻസ് നിർത്തി, അപ്പം സർവീസ് ഒക്കെ ഇപ്പോഴും കിട്ടുന്നുണ്ടോ? അപ്പൊ ഒരുപാട് ആൾക്കാരുടെ ഒരു ഡൗട്ടാണ്. അപ്പൊ നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ചിട്ട് നോർത്ത് ഇന്ത്യയിലൊക്കെ കുറച്ച് സ്ഥലങ്ങളിൽ ഇഷ്യൂസ് ഫേസ് ചെയ്യുന്ന കേട്ടിട്ടുണ്ട്. എസ്പെഷ്യലി ആസാം സൈഡ്, നോർത്ത് ഈസ്റ്റ് സൈഡിലൊക്കെ ഒരുപാട് ഷോറൂംസ് ഒക്കെ അവര് ഫ്യൂച്ചർ എന്താണെന്നൊരു ഉറപ്പില്ലാത്തതുകൊണ്ട് അവര് മീൻസ് അവരുടെ ഈ പറഞ്ഞ പോലെ സെയിൽസും സർവീസും എല്ലാം അവര് കോൺട്രാക്ട് ഒക്കെ ക്യാൻസൽ ചെയ്തിട്ട് അവര് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിർത്തിപ്പോയി. അപ്പൊ പക്ഷെ നമ്മുടെ കേരളത്തിനെ സംബന്ധിച്ച് കേരളത്തിൽ ഒരു സർവീസ് സെന്റർ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്തെന്ന് വെച്ചാൽ കൈരളി ഫോർഡിന്റെ തന്നെ ഒരു ബ്രാഞ്ച് കൂടെ പുതുതായിട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പം നമ്മുടെ കേരളത്തിലെ മലയാളികൾക്ക് സത്യം പറഞ്ഞാൽ മലയാളികൾക്ക് ഒരു ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല എന്ന് വേണമെങ്കിൽ തന്നെ നമുക്ക് പറയാം സർവീസിന്റെ കാര്യത്തിൽ. അപ്പോൾ ഒരുപാട് ആൾക്കാരുടെ ഡൗട്ടാണ്, വണ്ടി ഫോർഡ് പ്രൊഡക്ഷൻ നിർത്തി സർവീസ് കിട്ടുന്നുണ്ടോ എന്നുള്ള ഡൗട്ട്സ് ഒരുപാട് ആൾക്കാർ നമുക്ക് നമ്മുടെ പേജിലാണെങ്കിലും യൂട്യൂബിലാണെങ്കിലും വന്നൊക്കെ കമന്റ് ചെയ്ത് ചോദിക്കാറുണ്ട്, അല്ലെങ്കിൽ പേഴ്സണലി ഫോൺ ചെയ്തും ചോദിക്കാറുണ്ട്. ഞാൻ വണ്ടി മേടിക്കുകയാണ്, എനിക്ക് സർവീസ് കിട്ടുമോ, അല്ലെങ്കിൽ വണ്ടി മേടിക്കണമെന്ന് ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ എക്കോസ്പോർട്ട് എന്നുള്ള വണ്ടി, അല്ലെങ്കിൽ ഫിഗോ എന്നുള്ള വണ്ടി, അല്ലെങ്കിൽ ഫ്രീ സ്റ്റൈൽ എന്നുള്ള വണ്ടി, അല്ലെങ്കിൽ എൻഡാവർ എന്നുള്ള വണ്ടി നല്ല വണ്ടിയാണ്, എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമുള്ള വണ്ടിയാണ്, മേടിച്ചാൽ പണി കിട്ടുമോ എന്ന് ചോദിക്കുന്നു. പക്ഷേ പറയാൻ വേണ്ടി പണി കിട്ടാനുള്ള സിറ്റുവേഷൻസ് ഒന്നും ഇപ്പോൾ ഇല്ല. ഇപ്പം നമ്മൾ 2021 ഫോർഡ് നിർത്തി ഏകദേശം 3 വർഷം ആകാൻ പോകുന്നുണ്ട്. ഇതുവരെ നമ്മൾ പേടിച്ച രീതിയിൽ ഒരു പ്രശ്നവും നമ്മൾ ആരും ഫേസ് ചെയ്തിട്ടില്ല. ചില സമയത്ത് ചില പാർട്സിന് ചെറിയ ഷോർട്ട് വരാറുണ്ട്. അപ്പം ഷോർട്ടേജ് വരുന്ന സമയത്തെന്ന് വെച്ചാൽ എല്ലാവർക്കും അറിയാം ഫോർഡ് ഒരു അമേരിക്കൻ കമ്പനിയാണ്. ഫോർഡിന്റെ 100% പാർട്സും ഇന്ത്യയിലല്ല പ്രൊഡക്ഷൻ നടത്തുന്നത്. ഒരുപാട് ഇമ്പോർട്ടഡ് പാർട്സ് ഉണ്ട്. അപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ 10 മണിക്ക് അടുപ്പിച്ചാണ് അപ്പോയിൻമെന്റ് എടുത്തിരുന്നത്. ഇപ്പം ഏകദേശം 10:30 മണിയായി. ഞാൻ എത്താത്തതുകൊണ്ട് എനിക്ക് ഷോറൂമിൽ നിന്ന് കോള് വന്നു എന്ന് വരുന്നുണ്ടോ ഇല്ലയെന്ന്. കാരണം എന്ന് വെച്ചാൽ ഞാനിപ്പം ഓൾറെഡി 2 തവണ എൻ്റെ അപ്പോയിൻമെന്റ് ക്യാൻസൽ ചെയ്തു. കാരണം ഇന്നലെ അപ്പോയിൻമെന്റ് ഉണ്ടായിരുന്നു, ചെറിയൊരു പനി പിടിച്ച കാരണം വന്നില്ല. പിക്കപ്പ് ഡ്രോപ്പ് ഓപ്ഷൻ ഉണ്ട്, പക്ഷേ എങ്കിലും ഞാനങ്ങനെ വണ്ടി മറ്റൊരാൾക്ക് കൊടുക്കാൻ വലിയ താല്പര്യം പ്രകടിപ്പിക്കുന്നില്ല. വരുന്ന ഡ്രൈവർ കൊള്ളില്ല എന്നല്ല അർത്ഥം. എങ്കിലും എനിക്കറിയാവുന്ന അത്രയ്ക്ക് വണ്ടി നമുക്കറിയാവുന്ന അല്ലെങ്കിൽ വിശ്വാസമുള്ള ആൾക്കാർക്ക് മാത്രമേ ഞാൻ വണ്ടി ഡ്രൈവ് ചെയ്യാൻ കൊടുക്കാറുള്ളൂ. അപ്പം അതുകൊണ്ട് ഈ പറഞ്ഞ പോലെ ഞാൻ പിക്കപ്പ് ഡ്രോപ്പ് ഞാൻ ഓപ്ഷൻ എടുത്തില്ല. ഞാനിപ്പോൾ ഏകദേശം എത്താറായിട്ടുണ്ട്. നമുക്ക് നോക്കാം എങ്ങനെയാണ് അവരുടെ സർവീസും അവരുടെ കാര്യങ്ങളും, നമുക്ക് സർവീസ് കോസ്റ്റ് ഒക്കെ എത്രയാവും. ഒരുപാട് ആൾക്കാർ പറയുന്നുണ്ട് സർവീസ് കോസ്റ്റ് കൂടിയിട്ടുണ്ടോ. പാർട്സിന്റെ വിലയ്ക്കൊക്കെ ചെറിയ ഡിഫറൻസ് ഒക്കെ വന്നിട്ടുണ്ട് കേട്ടോ. തീരെ ഇല്ലെന്ന് പറയുന്നില്ല, പക്ഷേ ഈ പറയുന്ന പോലെ ഓരോ വർഷം കഴിയുന്നതനുസരിച്ച് എല്ലാത്തിൻ്റെയും പ്രൈസിൽ വേരിയേഷൻസ് വരുന്നുണ്ട്. അതിൽ നമുക്കൊന്നും ചെയ്യാനുമില്ല, നമുക്കൊന്നും പറയാനുമില്ല. കാരണം സ്വാഭാവികമായിട്ടും കൂടാൻ ചാൻസ് ഉണ്ടായിരിക്കും. പിന്നെ ഈ പറയുന്ന പോലെ ചിലപ്പോൾ ഇതിൻ്റെയൊക്കെ ലഭ്യത മീൻസ് അത് കണക്കിലെടുത്തിട്ടായിരിക്കും ഇവരുടെ റേറ്റിലൊക്കെ വ്യത്യാസങ്ങൾ വരുത്തുന്നത്. പക്ഷേ ഫോർഡ് ഉള്ളപ്പോഴും ഇല്ലാത്തപ്പോഴും ഉള്ള പാർട്സിൻ്റെയൊക്കെ വിലയിൽ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അത് ഇല്ല എന്ന് പറയുന്നില്ല, ഉണ്ട്. അപ്പം നമ്മളിതാ ഏകദേശം കൈരളി ഫോർഡിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിലാണ് കൈരളി ഫോർഡുള്ളത്. നമ്മുടെ സെക്യൂരിറ്റി ചേട്ടൻ നോക്കിയപ്പോണ്ട്. ചേട്ടാ 1,00,000 സർവീസേ. നമസ്കാരം. നൗഫൽ. അപ്പം നമ്മുടെ എൻട്രി പാസ് ഒക്കെ നമുക്ക് തന്നു. നമ്മുടെ ക്ലബ് വണ്ടികൾ ഇതാ 1, 2 ക്ലബ് വണ്ടികൾ ഇപ്പൊ തന്നെ കണ്ടു.
അപ്പുറത്തെ സൈഡിലൊരു 3. വണ്ടി നമുക്ക് ഇവിടെ ഒതുക്കിയിട്ട് നമുക്ക് റിപ്പോർട്ട് ചെയ്യാം. ആദ്യം വണ്ടി വന്നിട്ടുണ്ടെന്നുള്ളത് റിപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഇതാണ് ഇവിടുത്തെ സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ എന്ന് പറയുന്നത്. വണ്ടി വന്ന് റിപ്പോർട്ട് ചെയ്യുക, എന്നിട്ട് നമ്മുടെ അഡ്വൈസർ വന്നിട്ട് അവർ വെഹിക്കിൾ റിപ്പോർട്ട് വെഹിക്കിൾ റിപ്പോർട്ടല്ല, വെഹിക്കിൾ ഇൻസ്പെക്ഷൻ ഇത് നമുക്ക് തരും. എന്നിട്ടാണ് ജോബ് കാർഡ് ഡീറ്റെയിൽസ് ഒക്കെ എടുത്തിട്ട് വണ്ടി ഉള്ളിലോട്ട് പോകുന്നത്. അപ്പോൾ നമ്മൾ സർവീസിനോട് എത്തിയിട്ടുണ്ട്. ഇതാ നമ്മുടെ ക്ലബ് വണ്ടികളൊക്കെ ഇതാ വീണ്ടും കിടപ്പുണ്ട്. ഇതാ റസ്ലിപ്പിക്ക. ഒരു കാലത്ത് ഇവിടെ ഇങ്ങനെ നല്ല പുതുപുത്തൻ വണ്ടികൾ നിറഞ്ഞു കിടന്നൊരു സ്ഥലമാണ്. നമ്മൾ ഒരുപാട് ഇങ്ങനെ ആഗ്രഹിച്ച് വന്നിട്ടുള്ളൊരു സ്ഥലമാണ് ഇവിടെ. കണ്ടില്ലേ, പണ്ടൊക്കെ ഇതൊക്കെ കാണുമ്പോൾ ഒരു ഹരമായിരുന്നു. മസ്താങ്, എൻഡാവർ. ഇപ്പോഴും ഹരത്തിനൊരു കുറവില്ല, എങ്കിലും ഇവിടെ ഇങ്ങനെ കാലിയായിട്ട് കിടക്കുന്ന കാണുമ്പോൾ ഒരു വിഷമം. നല്ല പുതിയ വണ്ടികൾ, പുതിയ മോഡൽ നമ്മളിങ്ങനെ എക്സ്പെക്ട് ചെയ്ത് കിടക്കുന്നൊരു സമയം. നമ്മുടെ സർവീസ് അഡ്വൈസറും നമ്മുടെ ക്ലബിൻ്റെയും കൂടെ സർവീസ് അഡ്വൈസറായ സുഹൈൽ വണ്ടി എടുക്കുകയാണ്. സീറ്റ് കവറും സ്റ്റിയറിംഗ് കവറൊക്കെ ഇട്ട് സെറ്റപ്പ് ആക്കുകയാണ്. 1 ലാഖിന്റെ സർവീസ് ആണ്. ക്ലൈന്റ് ആയിട്ട് എനിക്ക് റിയർ വൈപ്പർ ഓൺ സ്റ്റോക്ക് ഉണ്ടെന്ന് പറഞ്ഞു. അപ്പൊ റിയർ വൈപ്പർ എനിക്ക് മാറണം. വൈപ്പർ ബ്ലേഡ്. പിന്നെ നമ്മുടെ ബൂട്ട് സ്റ്റോപ്പർ അതും സ്റ്റോക്ക് ഉണ്ടെന്നാണ് പറഞ്ഞ്. ഞാൻ പാർട്സ് ചോദിച്ചായിരുന്നു. അപ്പോൾ ആ 2 എനിക്ക് ചേഞ്ച് ചെയ്യണം. എനിക്ക് പിന്നെ വേറെ അഡീഷണൽസ് ആയിട്ട് കംപ്ലയിൻസ് ഒന്നുമില്ല. എല്ലാം നോർമലായിട്ടുള്ള സർവീസ് മതി, ആസ് പെർ ഫോർ പ്രോമിസ്. നമ്മുടെ വണ്ടി ഇതാ ഇവരുടെ ബേയിലോട്ട് പോവുകയാണ്. ഇതാണ് അവരുടെ ഹാങ്ങർ ഫെസിലിറ്റി എന്ന് പറയുന്നത്. ഇതാണ് ഇവരുടെ അലൈൻമെന്റ് ബാലൻസിങ് സെറ്റപ്പ്. ഇതാണ് ബാക്കി എല്ലാ ബേയും. ഇവിടെ ഒരുപാട് ബേ ഉണ്ട്. കാരണം വെച്ചാൽ ഒരുപാട് വലിയ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഫെസിലിറ്റിയാണ്. കാരണം ഇത് എനിക്ക് തോന്നുന്നു പണ്ട് നമ്മുടെ ലെയ്ലൻഡിന്റെ അങ്ങനെ എന്തോ ഒരു ഇതായിരുന്നു അവർ മേടിക്കുന്നതിന് മുന്നേ. അപ്പോൾ ആ ഒരു നല്ലൊരു സൈസ് തന്നെ, അല്ലെങ്കിൽ നല്ലൊരു വോളിയം വണ്ടി തന്നെ ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റും. എല്ലാ വണ്ടിക്കും ഓരോ ഇത് കണ്ടോ. ഇത് ഒരുപാട് ആൾക്കാർ കണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷെ എന്താണെന്ന് അറിയാം, ഇത് WIP എന്ന് പറയുന്നത് വർക്ക് ഇൻ പ്രോഗ്രസ് ആണ്. എനിക്കിപ്പം ക്വിക്ക് സർവീസ് തന്നു. വേറെ അധികം കംപ്ലയിൻസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ക്വിക്ക് സർവീസ് ആണ് വണ്ടി ഇട്ട് തന്നേക്കുന്നത്. ഒരു വണ്ടി എടുത്ത് അപ്പം എന്താ നമ്മുടെ സർവീസ് ഇവിടെ സ്റ്റാർട്ട് ചെയ്തു. നമുക്ക് ആദ്യം ഒരു ഫസ്റ്റ് ചെയ്യുന്ന നമ്മുടെ ബാറ്ററി ലോഡ് ടെസ്റ്റ് ആണ്. ഇതിൽ രണ്ടും ചെയ്യും. അത് കോൾഡ് സ്റ്റാർട്ടും രണ്ടും ടെസ്റ്റ് ചെയ്യും. അതേ നോർമലായിട്ട് ഓഫ് കണ്ടീഷനിൽ മാത്രമേ ചെയ്യത്തുള്ളൂ. അപ്പോൾ അവർ ഇതിന് വേണ്ടി ഒരു ബാറ്ററി ടെസ്റ്റർ ഉണ്ട്. അതാണ് അവരിപ്പോൾ കണക്ട് ചെയ്ത് ചെയ്യുന്നത്. അപ്പോൾ അതിൽ കറക്റ്റ് വാല്യൂസ് ഇതാ അറിയാൻ പറ്റുന്നതാണ്. നമുക്കപ്പോൾ ഇതിൽ മിനിമം എത്ര വാല്യൂ ആണ് വരേണ്ടത്? ബാറ്ററി വോൾട്ടേജ് 12.8 അല്ലേ? അപ്പോൾ ഇത് ഈ പറഞ്ഞ പോലെ അപ്പോൾ 12.8 മിനിമം ആണോ? ഓക്കെ. ബാറ്ററി ടെസ്റ്റിംഗ് നടക്കുകയാണ്. അപ്പോൾ എനിക്ക് 12.75 ആണ്. അപ്പോൾ ഇത് ഓക്കെ ആണല്ലേ? ഓക്കെ. ഇത് സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തും ഇതിന്റെ ലോഡ് കുറയും. ഓക്കെ. അപ്പോൾ ഇതാണ് നമ്മുടെ വണ്ടിയുടെ ബാറ്ററി ടെസ്റ്റിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ലൈറ്റ് ടെസ്റ്റ് ഒക്കെയാണ് അവർ ചെയ്യുന്നത്. ഫോഗ് ലാമ്പും ഇൻഡിക്കേറ്റേഴ്സും എല്ലാം അവർ ടെസ്റ്റ് ചെയ്യുന്നുണ്ട്. വൈപ്പർ ഇതൊക്കെ ഇവിടെ സ്റ്റാൻഡേർഡ് ടെസ്റ്റിൽ വരുന്നതാണ്. പിന്നെ നമ്മുടെ വണ്ടിക്ക് വേറെ കംപ്ലയിൻസ് ഒന്നും ഇല്ലാത്തതാ. പവർ വിൻഡോ ടെസ്റ്റ് ചെയ്തു. ഓൺ ടെസ്റ്റ്, ഡോറിന്റെ എല്ലാ ടെസ്റ്റും അവർ ചെയ്യുന്നത്. റിയർ വൈപ്പർ, ഓക്കെ ഫീൽ ആവൂല. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം. ഇതാണ് ഇത് അവർ പോയിന്റ് ഔട്ട് ചെയ്തിട്ടുണ്ട് ഡാമേജ് ആണെന്നുള്ളത്. ഓക്കെ.
എങ്ങനെ അറിയാൻ രണ്ട് ഡാമേജ് ആണ് ഓക്കെ. അപ്പൊ ഇത് മാറണം. മാറേണ്ടി എല്ലാവരുടെ ടെസ്റ്റിംഗ് നടക്കണം. ഇനിയിപ്പോ അടുത്ത ഇനിയിപ്പോ വണ്ടി ജാക്കപ്പ് ചെയ്യുന്നതിന് ശേഷം അപ്പൊ ഈ പ്രൈമറി ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇപ്പൊ അവർ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. ഇനി അടുത്ത് ജാക്കപ്പ് ചെയ്തിട്ട് ബാക്കി സസ്പെൻഷനും അല്ലെങ്കിൽ വണ്ടിയുടെ അണ്ടർ ബോഡിയും കാര്യങ്ങളും എല്ലാം അവർ ഇനി ഇൻസ്പെക്ട് ചെയ്യുന്നതാണ്. ഓക്കെ, അടുത്ത നമ്മളിപ്പോ എഞ്ചിൻ ഓയിലിന്റെ ഇതിലായിട്ട് വന്നേക്കാണ്. അപ്പൊ നമ്മുടെ ആദ്യം ഇവര് ഓയിൽ ഫിൽറ്ററിന്റെ ഇത് അഴിക്കാൻ വേണ്ടിയിട്ടുള്ള പ്രൊസീജിയറാണ് ചെയ്യുന്നത്. ഷോറൂമിലായിട്ട് ഇവർ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യും. നമ്മൾ പുറത്ത് കൊണ്ടുപോയി ഞാനവിടെ ഓയിൽ ഫിൽറ്റർ മാറാൻ വേണ്ടി ചെന്നപ്പോൾ ഒരു ഇതൊക്കെ മൊത്തം വലിച്ചിളക്കി എയർ ഫിൽറ്ററും ബോക്സും. ഇത് നമുക്ക് ശരിക്കും എയർ ഫിൽറ്റർ ഇളക്കേണ്ട ആവശ്യമുണ്ടോ? ഇല്ല. പക്ഷെ നമ്മൾ പുറത്ത് കൊണ്ടുപോയാലും അവർക്ക് ആക്സസ് ഇല്ലാത്തതുകൊണ്ട് അല്ലെങ്കിൽ മീൻസ് ഒരു പ്രോപ്പർ ടൂൾ ഇല്ലാത്തത് കൊണ്ട് അവർ എയർ ഫിൽറ്റർ ബോക്സും എല്ലാം വലിച്ചു കൂട്ടിയിട്ടാണ് അവർ വെളിയിൽ നിന്ന് ചെയ്യുന്നത്. ഇവർക്ക് പിന്നെ സ്ഥിരം ഒരു ഇതായതുകൊണ്ട് പ്രൊഫഷണലി അവർക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, ഓയിൽ ചേഞ്ച് ചെയ്യുമ്പോൾ ഓക്കെ ഓക്കെ ഓക്കെ. ഇത് പുതിയൊരു മീൻസ് നമുക്കൊരു നോളജാണ്. കാരണം വെച്ചാൽ വണ്ടി ഓയിൽ മാറുന്ന സമയത്ത് വണ്ടിയുടെ ഓയിൽ ഇതിന്റെ എഞ്ചിന്റെ ക്യാപ്പും ഡിപ്സ്റ്റിക്കും പൊക്കി വെക്കണം. കാരണം വെച്ചാൽ ആ ഒരു എയർ ലോക്ക് ആവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. വണ്ടി ഇതാ ലിഫ്റ്റ് ചെയ്യാണ്. ഞാനൊരു വെറൈറ്റി സാധനം കാണിച്ചു തരാം. ഇത് മറ്റുള്ള വണ്ടികളൊന്നും കാണാൻ കിട്ടുന്ന ഒരു ഐറ്റം അല്ല. ഇത് നമ്മൾ കസ്റ്റം മെയ്ഡ് ആയിട്ടുള്ള ഒരു എഞ്ചിൻ ഗാർഡാണ്. നമ്മുടെ സ്റ്റോക്ക് എഞ്ചിൻ ഗാർഡ് വന്നിട്ട് ഒരു എന്താ പറയുക സ്ലോട്ട് ടൈപ്പ് മെറ്റീരിയലാണ്, ഒരു കോമ്പോസിറ്റ് മെറ്റീരിയൽ. അത് പക്ഷേ വെള്ളം നനഞ്ഞു കഴിഞ്ഞാൽ അപ്പോഴേ വെയിറ്റ് കയറിയിട്ട് അത് ഇളകി പോകും. അപ്പോൾ ഇളകുമ്പോഴുള്ള പ്രശ്നം എന്ന് വെച്ചാൽ വെയിറ്റ് മീൻസ് വെള്ളം കയറിയിട്ട് വെയിറ്റ് കൂടി ഇങ്ങനെ തൂങ്ങി ഇറങ്ങും. ഇതാകുമ്പോൾ ഒരു കുഴപ്പമില്ല. ഇതിങ്ങനെ വെള്ളം കയറിയാലും വേറെ പ്രത്യേകിച്ച് പ്രശ്നമൊന്നുമില്ല. ഇതൊരു ഫൈബർ മോൾഡിങ്ങിൽ ഉണ്ടാക്കിച്ചെടുത്തൊരു ഐറ്റമാണ്. ഇത് കസ്റ്റം മെയ്ഡാണ് കേട്ടോ, പുറത്തുനിന്ന് മേടിച്ചല്ല, ഹാൻഡ് മെയ്ഡ് സാധനമാണ്. ഡ്രെയിൻ പ്ലഗ് ഇതല്ലേ? ഡ്രെയിൻ പ്ലഗ് അഡാപ്റ്റർ അല്ലേ? ഡ്രെയിൻ പ്ലഗ്. ഇതാണ് ഡ്രെയിൻ പ്ലഗ്. എല്ലാവർക്കും ബില്ലിൽ ഒരു സാധനം കാണാം. ഒരു ഡ്രെയിൻ പ്ലഗ് ഒരു 30-40 രൂപയുടെ ഒരു നട്ടിന്റെ ഒരു ഇത് ബില്ല് കാണാം. അപ്പൊ അതാണ് ഇത് അവരെ അഴിക്കുന്നത്. ഡീസൽ വണ്ടിയായിട്ട് നല്ല കറുത്ത പെണ്ണാണെന്ന് പറയുന്നത് നല്ല കറുത്ത ഓയിൽ കാണാം. ഇനിയിപ്പോൾ അവർ ഫുള്ള് ഇതിന്റെ വിഷ്വൽ ഒരു ഇൻസ്പെക്ഷൻ നടത്തും. എവിടെയെങ്കിലും ലീക്കോ അല്ലെങ്കിൽ വേറെ അഡീഷണൽ ആയിട്ട് വിയറോ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത്. ഇത് വീലിന്റെ ബിയറിങ് ചെക്ക് ചെയ്യുന്നതാണ് കേട്ടോ. അപ്പം മൂളലൊന്നും ഇല്ലല്ലോ? ഇല്ല. ഇതിലും ഇല്ല. ഇത് പ്ലേ ചെക്ക് ചെയ്യുന്നതാണ്. സസ്പെൻഷന്റെ ലീക്കും കാര്യങ്ങളൊക്കെ അവർ ഇൻസ്പെക്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ഒന്നുമില്ല. നമുക്ക് 1,00,000 കിലോമീറ്റർ ആയിട്ടുണ്ടെങ്കിലും നമുക്കിതിൽ മേജറായിട്ട് ഒരു റീപ്ലേസ്മെന്റ് ഇതുവരെ വന്നിട്ടില്ല. ആകെ മാറിയിട്ടുള്ളത് റോട്ടറും ഇതിന്റെ പാഡും മാത്രമാണ്. അതും 75,000 കിലോമീറ്ററിലാണ് നമ്മൾ മാറിയത്. പിന്നെ ഇവര് ഇതിന്റെ ബ്രേക്ക് ക്ലീനിങ്, ഇതെന്താണ് ബ്രേക്ക് ഷൂ ക്ലീനിങ് ആണോ? ഓയിൽ ഇപ്പോൾ ഏകദേശം നമ്മൾ ഡ്രെയിൻ ചെയ്ത് തുടങ്ങിയിട്ട് ഒരു 4-5 മിനിറ്റ് ആയി. ഇപ്പോഴും പയ്യെ ഓയിൽ വരുന്നുണ്ട്. കാരണം അതുകൊണ്ടുള്ള ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇവർ ബാക്കി പണി ചെയ്യുന്ന സമയത്ത് പഴയ ഓയിൽ പ്രോപ്പറായിട്ട് ഡ്രെയിൻ ആയി പോകും. ഇത് വണ്ടിയുടെ ഹബ്ബ്, വീൽ ഹബ്ബ്, ഇതിനെ പറയുന്നത് ഹബ്ബ് ക്യാപ്പാണോ? വീൽ ഡ്രം. അപ്പൊ വീൽ ഡ്രം, ബ്രേക്ക് ഡ്രം. അപ്പൊ അതിനെ റിമൂവ് ചെയ്യുന്നതാണ്. ഇതാണ് നമ്മുടെ ബ്രേക്ക് ഷൂ. ഇതിനാണ് നമുക്ക് ഇത് നല്ല അത്യാവശ്യം കണ്ടീഷൻ ഓക്കെ ആണല്ലോ. ഇതാണ് വീൽ സിലിണ്ടർ. അപ്പൊ ഇതിന്റെ ലീക്ക് നോക്കും. പിന്നെ ഇതിനെ എല്ലാം ക്ലീൻ ചെയ്ത് ലൂബ്രിക്കേറ്റ് ചെയ്യും. ഓക്കെ, ഇതാണ് ഇതിന്റെ സ്റ്റാൻഡേർഡ് പ്രൊസീജിയർ. സെയിം ടൈം ഇപ്പുറത്തും എന്താ വണ്ടിയുടെ പണി നടക്കുന്നുണ്ട്. ഇത് ക്ലീൻ ചെയ്യാണ്. നമ്മുടെ പഴയ ബ്രേക്കിൽ നിന്ന് വരുന്ന ഡസ്റ്റ് അവര് ക്ലീൻ ചെയ്ത് കളയാണ്. നമുക്ക് നോർമലി ഈ ഡ്രമ്മിനൊക്കെ മീൻസ് ഈ പാഡിനൊക്കെ എത്രയാണ് ലൈഫ് വരുന്നത്? 1,00,000 കിലോമീറ്റർ ഒക്കെ പോകും. ബ്രേക്ക് ഷൂ ഓടും അല്ലേ? അപ്പൊ ഇത് നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട് ഇത് എത്രയും കൂടെ ഓടുമായിരിക്കും? 50,000 ഓടും. അപ്പം നമ്മുടെ വണ്ടി നല്ല ഡ്രൈവിംഗ് ആയതുകൊണ്ടായിരിക്കും 1,00,000 കിലോമീറ്ററിന് സർവീസിലാണ് വന്ന് വെക്കുന്നത്.
ഇനി വീണ്ടും പക്ഷെ വളരെ മറ്റുള്ള ഇത് വെച്ച് നോക്കുമ്പോൾ അതിന്റെ ഒരു 4 മടങ്ങ് നമുക്ക് ഇത് ഷൂ അധികം ഓടുമല്ലേ നമ്മുടെ ബ്രേക്ക് പാഡിനെ വെച്ച് നോക്കുമ്പോൾ. കാരണം ഞാൻ ഈ ഒരു പാർട്ട് ഇടയ്ക്ക് ഓർഡർ ചെയ്ത സമയത്ത് ഞാൻ സ്പെയറിൽ കണ്ടായിരുന്നു. ഇത് വളരെ ഡിമാൻഡ് കുറഞ്ഞൊരു സാധനമാണ്. ഡിമാൻഡ് കുറഞ്ഞ വെച്ചാൽ യൂസ് അധികം വരാത്തൊരു ഇതാണ് പാഡ് എന്ന് പറയുന്നത്. പാഡല്ല, ഷൂ, ബ്രേക്ക് ഷൂ. പാഡ് നമുക്ക് ചില വണ്ടിയൊക്കെ 30,000 കിലോമീറ്റർ, എങ്കിലും എന്റെ വണ്ടി 70,000 കിലോമീറ്റർ ഓടിയായിരുന്നു കേട്ടോ പാഡ്. ഇതിനെ ശരിക്കും നമ്മളെ വെർനിയർ വെർനിയർ വെച്ച് അളവെടുക്കുകയാണ്. 3.1 mm. നിങ്ങൾക്ക് ഇത് എത്രയാണ് മിനിമം, അതായത് മിനിമം ലെവൽ പറയുന്ന റീപ്ലേസ്മെന്റ് ലെവൽ? 0.5 നമുക്ക് ഗുഡ് കണ്ടീഷൻ ആണ്. ഓക്കെ, ഒരു 1 mm താഴെ വരാണ് നമ്മൾ റീപ്ലേസ്മെന്റ് ആണ്. ശരി ശരി ശരി. ഷൂവിന്റെ പാഡിന്റെ ആണെന്നുണ്ടെങ്കിൽ നമുക്കൊരു 4 താഴെ. അത് നമ്മൾ എന്തായാലും ഇനിയിപ്പോ ഫ്രണ്ടിലോട്ട് പോകുമ്പോൾ ചെക്ക് ചെയ്യുമല്ലോ. ഓക്കെ ഓക്കെ. അപ്പം ശരിക്കും പറഞ്ഞാല് ഇനി ഓടും. ഓക്കെ. ഇത് ലൂബ്രിക്കേഷൻ അല്ലേ ചെയ്യുന്നത്? അപ്പൊ ലൂബ്രിക്കേഷൻ ചെയ്തു. ഇതൊക്കെ ഒരുപാട് ചൂടാവുന്ന പാർട്ടാണെങ്കിലും നമുക്ക് ഇവിടെയൊന്നും ഭയങ്കര ആ ഒരു ഇപ്പോഴും ഒരു 6 വർഷം വണ്ടിയുടെ പഴക്കമായിട്ടുണ്ടെങ്കിലും അങ്ങനെ ഒന്നും ഒരു ഫീൽ ചെയ്യുന്നില്ല. കാരണം ഇതൊക്കെ ഇപ്പോഴും പുതിയതുപോലെ തന്നെ ഇരിപ്പുണ്ട്. ആ ഒരു ക്വാളിറ്റി മീൻസ് ആ ഒരു ഇതിന്റെ മെറ്റലിന്റെ ചിലപ്പോൾ ക്വാളിറ്റി ഉണ്ടാവും. ഇതൊക്കെ പ്യുവർ മെറ്റൽ ആയതുകൊണ്ടാണ് ചെറിയൊരു തുരുമ്പ് അടിക്കുന്നത്. അപ്പൊ ഇതൊന്നും ആരും വലിയ കൺസേൺ ഒന്നും ആക്കേണ്ട കാര്യമില്ല. ഒരുപാട് ആൾക്കാർ ചോദിക്കുന്നുണ്ട് ഇങ്ങനെ തുരുമ്പിടിച്ച പ്രശ്നമുണ്ടോന്ന്. പക്ഷെ അതൊന്നും പ്രശ്നമില്ല. ഇപ്പൊ ഇതിങ്ങനെ ചെറിയ തുരുമ്പിരിക്കുന്ന അല്ലാണ്ട് വേറെ ഒന്നും വരത്തില്ല. അപ്പൊ ഇതാണ് വോബ്ലിംഗ് ടെസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ഇത് ശരിക്കും പറഞ്ഞാൽ പീരിയോഡിക് സർവീസിൽ വരുന്ന ഒരു കാര്യമല്ല. പക്ഷെ കംപ്ലൈൻസ് ഉണ്ടെങ്കിൽ, അതായത് വണ്ടി ബ്രേക്ക് പിടിക്കുമ്പോൾ അല്ലെങ്കിൽ നല്ല സ്പീഡിൽ ഹയർ സ്പീഡിൽ പോകുമ്പോൾ സ്റ്റിയറിംഗ് വൈബ്രേഷൻ ഉണ്ടെങ്കിൽ നോക്കുന്ന ഒരു സംഗതിയാണ് ഇത്. ഇതിന് ഇതുണ്ട്, ഇതൊരു മീൻസ് ഒരു മാനുവൽ ടെസ്റ്റർ ആണ്. ഇതിനെ പറയുന്ന പേരെന്താണ്? ഡയൽ ഗേജ് എന്നാ പറയുന്നത്. അപ്പൊ ഇത് ഓക്കെ. ഇതുകൊണ്ടുള്ള ഇതെന്ന് വെച്ചാൽ ഇത് ഒരു അലൈൻമെന്റിന് വേണ്ടി വെച്ചേക്കുന്നല്ലേ ഉള്ളൂ. ഓക്കെ. അപ്പൊ ഇതിന് ഇവര് അഡ്ജസ്റ്റ് ചെയ്യാൻ നമുക്ക്. ഓക്കെ ഓക്കെ. ഇനി ഇവര് വീല് കറക്കി നോക്കും. ഇപ്പൊ നമ്മള് ചില സ്ഥലത്തൊക്കെ നമ്മളിങ്ങനെ കറക്കിയിട്ട് ഭയങ്കര മൈന്യൂട്ട് ആയിട്ടൊക്കെ ഇങ്ങനെ നോക്കും. വീല് ബോബ്ലിംഗ് ഉണ്ടോ അല്ലെങ്കിൽ വേരിയേഷൻ വരുന്നുണ്ടോ, റൊട്ടേഷനിൽ വേരിയേഷൻ വരുന്നുണ്ടോന്നൊക്കെ നമ്മളിങ്ങനെ കണ്ണുകൊണ്ടൊക്കെ നോക്കും. പക്ഷെ ഇതിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. റൊട്ടേറ്റ് ചെയ്യിക്കുമ്പോൾ എന്തെങ്കിലും വ്യത്യാസം ഉണ്ടോ എന്ന് അറിയാം. അപ്പൊ ഇതിന്റെ എങ്ങനെ ടോളറൻസ് ലിമിറ്റ് എന്താണ് ഇതിൽ ശരിക്കും? എത്ര? 0.05 വരയ്ക്കും പോകും. 0.05, 0.02 നോർമലാണ്. അപ്പൊ ഇതിലിപ്പോ വന്ന മാക്സിമം വാല്യൂ 2 വരെയാണ് പോയേക്കുന്നത്. 3 വരെ വന്നല്ലേ? ഓക്കെ, 3 വരെയാണ് മാക്സിമം വന്നേക്കുന്ന ഡിഫ്ലക്ഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഇതിൽ പെർമിസിബിൾ ലിമിറ്റ് എന്ന് പറയുന്നത് 0.5. 0.5 വരെ വന്നാലും ഈ ബോബ്ലിംഗ് വരത്തില്ല എന്നാ പറയുന്നല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം ഓക്കെ ആണ്. അപ്പൊ ആ ഒരു പുതിയ ഇതിപ്പോ ഓൾറെഡി ആയി. ഓൾറെഡി 30,000 കിലോമീറ്ററോളം ഓടി, 30,000 ക്രോസ് ചെയ്തു. അപ്പം അതും കുഴപ്പമില്ല. കാരണം ഇത് മാറിയതിനു ശേഷം ഒരു ലഡാക്ക് ഡ്രൈവൊക്കെ പോയി വന്നു. അപ്പൊ ഇതാണ് നമ്മുടെ ബ്രേക്ക് പാഡ് ഇതിന്റെ ലെവൽ ചെക്ക് ചെയ്യുന്ന, തിക്നെസ് ചെക്ക് ചെയ്യുന്ന ഒരു ടൂളാണ്. അപ്പം ഇത് ഗ്രീന് രണ്ട് ടൈപ്പിലാണ് അവർ നോക്കുന്നത്. ഒന്നെന്ന് പറഞ്ഞാൽ 3 mm കാണിക്കുന്നത് ലെസ് ദാൻ 3, ഒന്ന് എബോവ് 5 അല്ലെങ്കിൽ ഗ്രേറ്റർ ദാൻ 5. അപ്പൊ ഗ്രേറ്റർ ദാൻ 5 ആണെന്നുണ്ടെങ്കിൽ മീൻസ് ഒരു നല്ലൊരു ലൈഫ് ഉള്ളതാണ്, മീൻസ് അത് അധികം ഓൺ ആയിട്ടില്ല. ലെസ് ദാൻ 3 ആണെന്നുണ്ടെങ്കിൽ റീപ്ലേസ്മെന്റ്, അർജന്റ് റീപ്ലേസ്മെന്റ് ആണ്. പിന്നെ ഇതിന്റെ ഇടയിലായിട്ടുള്ളതാണെങ്കിൽ വീണ്ടും വണ്ടി ഓടിക്കാവുന്നതാണ്. അപ്പൊ ഇതെങ്ങനെ അവർ ചെയ്യുന്നെന്ന് നോക്കാം. ഇതിപ്പോ കാണുമ്പോൾ തന്നെ അറിയാം ബ്രേക്ക് പാഡിന്റെ തിക്നെസ് ഒരു മാക്സിമം ഗ്രീനിന് മുകളിലായിരുന്നു. ചെക്ക് ചെയ്യുന്ന സമയത്ത് ഗ്രീന് കുറച്ചും കൂടെ ഇവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പും കൂടി ഉണ്ട്. അവിടെ ഒരു ചെറിയൊരു ഗ്യാപ്പും കൂടി ഉണ്ട്. അപ്പൊ നമുക്ക് 5ന് മുകളിലാണ് നമുക്ക് ഇതിൽ തന്നെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, ബ്രേക്ക് പാഡിന് ഇനി ഒരു അങ്ങനെ പോലെ ലൈഫ് ഉണ്ടായിരിക്കും. അപ്പൊ കുഴപ്പമില്ല. അപ്പൊ ഇപ്പൊ നമ്മൾ 5 വെച്ചിട്ട് നോക്കിയത്. ഓക്കെ, അപ്പൊ 3 വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്കിപ്പോ 3 വെച്ചാൽ നല്ല ഗ്യാപ്പ് ഉണ്ടാവും. സപ്പോസ് ഇത് മാറേണ്ട കണ്ടീഷൻ ആണെങ്കിൽ 3 നമുക്ക് ഇതിലേക്ക് കണ്ടാൽ തന്നെ അറിയാം കറക്റ്റ് പ്രോപ്പറായി ഇതില് കേറത്തില്ല. ഓക്കെ ഓക്കെ. അപ്പം എന്റേത് 5 mm മുകളിലുണ്ട്. വീണ്ടും പൈസ ലാഭിച്ചു. ഓക്കെ, നമ്മളിപ്പം ടയറിന്റെ ഡെപ്ത് ചെക്ക് ചെയ്യാൻ പോവുകയാണ്. ഇതാണ് ടയറിന്റെ ഡെപ്ത് ചെക്ക് ചെയ്യാനുള്ള ഡെപ്ത് ഗേജ്.
ഇതൊരു വെർണിയർ ടൈപ്പ് ഇത് തന്നെയാണ്, ഡെപ്ത് ഗേജ് ആണ്, വെർണിയർ അല്ല സോറി ഡെപ്ത് ഗേജ് ആണത്. ഇത് 5.5 ആണ് ഇപ്പൊ നമുക്ക് ഫസ്റ്റ് പോയിന്റ് കാണിക്കുന്നത്. മൂന്ന് പൊസിഷനിൽ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കണം. ഓക്കെ ഓക്കെ. ഇതിന്റെ ഇന്നർ ഔട്ടർ അങ്ങനെയാണ് നോക്കുന്നത്, രണ്ട് അതായത് ഒന്ന് ഈ സൈഡും ഒന്ന് നടുക്കും ഒന്ന് ഈ സൈഡും തന്നെ. ഓക്കെ ഇത് നമുക്കിപ്പോ 5 ആണ് കിട്ടിയിരുന്നത് സെന്ററിൽ നോക്കുമ്പോൾ. ഓക്കെ ഇവിടെ നമുക്ക് 5.5 ഉണ്ട്. 5.5 രണ്ട് നമുക്ക് 5.5 ഉണ്ട്, സെന്ററിൽ മാത്രം നമുക്കൊരു 5 എല്ലാം അപ്പം വിത്തിൻ ലിമിറ്റ് ആണ്, സേഫ് ലിമിറ്റിലാണ്. നമുക്കൊരു 3 ഇത് പറയും, റെഡ് യെല്ലോ ഗ്രീൻ. ഗ്രീൻ എന്ന് പറയുന്നത് 5 അബോ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഗ്രീൻ ആണ്. 4.5 അബോ 4.5 ടു ഒരു 3 ഒക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു യെല്ലോ. നമുക്ക് എന്തായാലും റീസെന്റ് ആയിട്ട് നമുക്ക് മാറേണ്ട ഒരു കണ്ടീഷൻ ആണ്. 3ന് താഴെ വരികയാണെങ്കിൽ നമ്മൾ എന്തായാലും ഇമ്മീഡിയറ്റ്ലി നമുക്ക് മാറേണ്ടത്. അപ്പൊ എന്തായാലും അത് ഒരു സേഫ് ലിമിറ്റിലാണ്. ഇതിലും ഒരു ഇത് നമ്മുടെ ത്രെഡ് ഇൻഡിക്കേറ്റർ ഉണ്ട്, TW എന്ന് പറയും, ടയർ വെയർ ഇൻഡിക്കേഷൻ എന്ന് പറയും എന്നാണ് ഈ ഒരു മാർക്കിന് പറയുന്നത്. ഇതും നമ്മുടെ ഇതിന്റെ ത്രെഡും ഇതുമായിട്ടുള്ള റെഫറൻസ് ലൈനുമായിട്ട്, ഇതാണ് എന്റെ റെഫറൻസ് ലൈൻ അല്ലേ? നമുക്ക് സൈഡിൽ തന്നെ അറിയത്തില്ല, ചെറിയൊരു ആരോ മാർക്ക് ഉണ്ടാവും. ഇവിടെ നോക്കി കഴിഞ്ഞാൽ ഒരു ആരോ മാർക്ക്. ഓക്കെ ഓക്കെ. ഈ ആരോ മാർക്കിലായിരിക്കും TW എന്ന് പറയുന്നത്. ഇതൊക്കെ നമുക്ക് കിട്ടുന്ന, ഇതൊക്കെ നമുക്ക് അറിയാം, ഇതൊക്കെ പുതുതായിട്ട് കിട്ടുന്ന ഒരു ഇൻഫർമേഷൻ. ഈ ഒരു ആരോ മാർക്ക് എല്ലാവർക്കും വേണമെങ്കിൽ സൈഡിൽ കൂടെ നോക്കാം. കാരണം മറ്റേന്ന് പറഞ്ഞാൽ നമ്മൾ നടുക്ക് അറിയാൻ പറ്റും. ഓക്കെ ഓക്കെ ഓക്കെ. ഇപ്പൊ വണ്ടിയുടെ ഓയിൽ ഫുള്ള് ഒരു ഡ്രെയിൻ ആയി. ഇപ്പൊ ലാസ്റ്റ് ഡ്രോപ്പും താഴെ വീണും. പിന്നെ അടുത്തതിന് അവര് ഇതിനെ മാറ്റിയിട്ട് ഇനി വീണ്ടും ഓയിൽ ഒഴിക്കും, പിന്നെ ഫിൽറ്റർ റീപ്ലേസ്മെന്റും കാര്യങ്ങളെല്ലാം ചെയ്യും. ഓക്കെ, ഇത് നമ്മുടെ ഡ്രെയിൻ പ്ലഗ് ആണ്. ഇതാണ് നമ്മളിപ്പോ മാറാൻ പോകുന്നത്. ഇത് അതിന്റെ വാഷറും. അപ്പൊ ഇത് നമുക്ക് പുതിയത് മാറേണ്ടത്, അതേ പഴയത്. ഓക്കെ, ഇത് ഇത് ഗ്യാസ്കറ്റ് ആണ് ശരിക്കും മാറുന്നത്, നട്ട് മാറൂലല്ലേ? ഓക്കെ, പെട്രോളിനാണെങ്കിൽ നട്ടും മാറും, ഡീസലിനാണെങ്കിൽ നട്ട് മാറും. ത്രെഡ് ഡാമേജ് ആയി പോകുന്ന കണ്ടീഷൻ ആണെങ്കിൽ മാത്രമേ മാറത്തുള്ളൂ. ഓക്കെ, കാരണം ഇത് ഇവര് പ്രോപ്പറായിട്ട് ഇൻസ്പെക്ട് ചെയ്യില്ല, എന്നുണ്ടെങ്കിൽ നമുക്ക് ലീക്ക് വരാം. ഓയിൽ ഓൾമോസ്റ്റ് കംപ്ലീറ്റ് ഡ്രെയിൻഡ് ആണ്, വേറെ ഓയിൽ വരുന്നില്ല. ഓക്കെ, ഇതെല്ലാവരും സ്ഥിരമായിട്ട് വഴി കിടക്കുന്ന ഒരു കാര്യം. ഈ അടുത്ത് സ്ഥിരമായിട്ട് ആൾക്കാർ കൺസേൺ പറഞ്ഞ് വഴിയിലായി എന്ന് പറയുന്ന ഇതാണ് ഗിയർ സെലക്ടർ ബുഷ്. അപ്പൊ ഈ വീഡിയോ കാണുന്ന ആൾക്കാർക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്വന്തമായിട്ട് വേണമെങ്കിൽ ഇത് നമുക്ക് സ്വന്തമായിട്ട് മാറാവുന്നല്ലേ ഉള്ളൂ, വഴിയിലായി പോയാൽ. അപ്പൊ ഇതാണ് ഗിയർ സെലക്ടർ, ഇതിന്റെ ലിവർ അല്ലേ? ഈ റബ്ബർ ബുഷാണ് ഇത്. മീൻസ് ഇതാണ് ഗിയർ കേബിൾ ആണോ? ഓക്കെ, ഗിയർ കേബിൾ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു ബുഷ്. ഇതാണ് എന്റെ ആക്സസറി ബെൽറ്റ്. ഇതാണ് നമ്മുടെ ബാറ്ററി ചാർജിങ് ഇതും, അതുപോലെ തന്നെ AC-യുടെ മോട്ടറിനെയൊക്കെ കൺട്രോൾ ചെയ്യുന്ന ഇതാണ് ബെൽറ്റ് ആണിത്. ഇതിന് വേറെ പ്ലേ ഒന്നും ഇല്ല. നമ്മുടെ എഞ്ചിൻ കവർ അവർ ഫിറ്റ് ചെയ്യണം. നമ്മുടെ വണ്ടിയുടെ വെഹിക്കിൾ റിപ്പോർട്ട് കാർഡ് റെഡിയാണ്. അപ്പൊ ഇതിൽ എല്ലാം കാണാം, ഗ്രീനിലാണ് നിൽക്കുന്നത്. ഇവിടെ നോക്കുമ്പോൾ റിയർ വൈപ്പർ ബ്ലേഡ് കംപ്ലൈന്റ് അവർ കണ്ടുപിടിച്ചു, അപ്പൊ അത് അവർ മാർക്ക് ചെയ്തിട്ടുണ്ട്. ബാക്കി നമ്മുടെ ടയർ സ്പെസിഫിക്കേഷനും ഇതെല്ലാം, ടയർ ഡെപ്ത് ഗേജ് നേരത്തെ കണ്ട പോലെ 5.5, ബ്രേക്ക് ഷൂ 6.6 mm ഉണ്ട്. ഇതെന്താണ് ഇത് രണ്ടും? ഓക്കെ അല്ലല്ലോ, ഓക്കെ, ഇത് ലെഫ്റ്റ് ഫ്രണ്ടും ലെഫ്റ്റ് റിയറും, അതേപോലെ തന്നെ റൈറ്റ് ഫ്രണ്ടും റൈറ്റ് റിയറും. അപ്പൊ ഇതിന്റെ ആ ഒരു ഡിഫറൻസ് ആണ് കാണിച്ചേക്കുന്നത് കേട്ടോ. പിന്നെ നേരത്തെ പറഞ്ഞ പോലെ ഇത് റിയർ ബ്രേക്ക് ഷൂവിന്റെ ആണ് 3.2 കാണിച്ചേക്കുന്നത്. അപ്പം പിന്നെ ബാറ്ററി ബെൽറ്റിന് വേറെ കംപ്ലൈൻറ്റ്സ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് എല്ലാം ഗ്രീനിലാണ് റിപ്പോർട്ട്. ബാറ്ററിയും ഓൾമോസ്റ്റ് ഓക്കെ ആണ്, ഏകദേശം ഒരു 80% ഉണ്ടല്ലേ, ഹെൽത്ത് ഉണ്ട്. വണ്ടി ഓടാണ്ട് കിടന്നിട്ടെങ്കിലും സ്റ്റിൽ ബാറ്ററി ലൈഫ് ഓക്കെ ആണ്. അപ്പൊ ഇതാണ് ഇതിന്റെ വെഹിക്കിൾ റിപ്പോർട്ട് കാർഡ് എന്ന് പറയുന്നത്. ഇതിലിപ്പോൾ 3 കളർ കോഡിങ് കാണിച്ചിട്ടുണ്ട്. അപ്പൊ അതിൽ 3 കളർ കോഡിങ്ങിൽ 2 കാറ്റഗറി ആയിട്ടാണ് തിരിച്ചേക്കുന്നത്. ഒന്ന് ടയർ ത്രെഡും പിന്നെ ബ്രേക്ക് ലൈനിങ്ങും. അപ്പം ടയർ ത്രെഡിലാണെങ്കിൽ ഓവർ 4 mm, അത് ഗ്രീനിലാണ്. അപ്പൊ നമ്മുടെ എല്ലാം 5.5ഉം 6 mm ഒക്കെ കിടക്കുന്നതുകൊണ്ട് നമ്മുടെ എല്ലാം ഗ്രീൻ ലൈനിങ്ങിലാണ്. അതിനുശേഷം പിന്നെ ബ്രേക്ക് ലൈനിങ്ങിലോട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓവർ 5 mm ഡിസ്ക്, ഓവർ 2 mm ഡ്രം,
അതായത് നമ്മുടെ ഇപ്പോൾ ഡിസ്കിന്റെ നമുക്ക് മീൻസ് ഇത് നോക്കുകയാണെങ്കിൽ 6.6 mm ഉള്ളതുകൊണ്ട് അതും ഗ്രീനിലാണ് വന്നേക്കുന്നത്. അതേസമയം ബ്രേക്ക് ഷൂലോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ 3.2, അപ്പോൾ അതും ഗ്രീനിലാണ്. കാരണം കണ്ട ഇവിടെ ഓവർ ഡ്രം ആണെന്നുണ്ടെങ്കിൽ ബ്രേക്ക് ഷൂ, അതായത് ഡ്രമ്മിൽ വരുന്നതാണ് ബ്രേക്ക് ഷൂ. അപ്പോൾ ബ്രേക്ക് ഷൂല് 2 mm മുകളിലാണ്, അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതും ഗ്രീനിലാണ്. റോട്ടർ ആണെങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ പാഡിന് 6.6 mm ഉള്ളതുകൊണ്ട് അതും ഗ്രീനിൽ വന്നേക്കുവാണ്. അപ്പൊ ഈ ഒരു ടെസ്റ്റ് റിപ്പോർട്ട് കാർഡ് എന്ന് പറഞ്ഞാൽ ആദ്യം ഫസ്റ്റ് ഇവർ വണ്ടി കൊടുത്താൽ തന്നെ ഇവർ വണ്ടി എടുത്താൽ ഉടൻ തന്നെ അത് അവർ ഫില്ല് ചെയ്യുന്ന ഒരു 20 മിനിറ്റിനകത്താണ് ഇത് ഫില്ല് ചെയ്ത് ഇത് കസ്റ്റമറിനെ കാണിക്കണം. അതാണ് ശരിക്കും അതേ ഫില്ല് ചെയ്ത് ഈ കോപ്പി 20 മിനിറ്റിനകത്ത് ഫില്ല് ചെയ്ത് കസ്റ്റമറിനെ കൊടുക്കണമെന്നാണ്, 20 മിനിറ്റിനകത്ത് ഫില്ല് ചെയ്ത് വെക്കണമെന്നാണ്. ഓക്കെ, 20 മിനിറ്റിനകത്ത് ഫില്ല് ചെയ്ത് വെക്കണമെന്നാണ്. ഇതിന്റെ അഡീഷണൽ കംപ്ലൈന്റ് ഓക്കെ ഓക്കെ ഓക്കെ, ഓരോ കളർ ഇൻഡിക്കേഷൻ. ഗ്രീൻ എന്നുള്ളത് കൊടുത്തിട്ടുണ്ട്. ഓക്കെ, പിന്നെ യെല്ലോ ആണെങ്കിൽ നേരേക്ക് ഫ്യൂച്ചർ അറ്റൻഷൻ. ഓക്കെ, പിന്നെ ഫ്യൂച്ചറിൽ ഇത് ഫുൾ ചെക്കപ്പ് ചെയ്യുന്നില്ല, വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽസ് കിട്ടുമല്ലേ. ടയറൊക്കെ തിരിച്ച് കയറ്റുവാണ്. നമുക്ക് മാറാനുള്ള കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത് ഇതിന് ഓയിൽ ഫിൽറ്ററാണ്, ഇത് നമ്മുടെ വാഷ് ഫ്ലൂയിഡ് ആണ്, ഇത് നമ്മുടെ ക്യാബിൻ ഫിൽറ്ററാണ്, എ സിയുടെ ക്യാബിൻ ഫിൽറ്ററാണ്, ഇത് നമ്മുടെ എയർ ഫിൽറ്ററാണ്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഇനി നമുക്ക് റീപ്ലേസ്മെന്റ് ഉണ്ട്. പിന്നെ അഡീഷണൽ ആയിട്ട് നേരത്തെ അവരും കണ്ടുപിടിച്ച് ഞാനും 2 റിക്വയർമെന്റ് പറഞ്ഞതുപോലെ റിയർ വൈപ്പർ ബ്ലേഡും പിന്നെ ഡോർ സ്ട്രൈക്കറും. ഞാൻ നേരത്തെ സ്റ്റോപ്പർ എന്നാണ് വീഡിയോയിൽ പറഞ്ഞത്, പക്ഷേ സ്ട്രൈക്കറാണ് ശരിക്കും. അപ്പോൾ വണ്ടി തിരിച്ച് ലിഫ്റ്റിന് താഴോട്ട് ഇറക്കുവാണ്. ഇതിപ്പോ ടയർ നമ്മൾ ടോർക്ക് ചെയ്യുന്നതാണ്. നമ്മൾ ബസ് ഗണ്ണിന് അടിച്ചെങ്കിലും എല്ലാ നെറ്റും കറക്റ്റ് ടൈറ്റ് ആയി എന്ന് പറഞ്ഞു വരില്ല. അപ്പോൾ എല്ലാ നെറ്റും കറക്റ്റ് ടോർക്ക് വേണം. അപ്പോൾ അത് ടോർക്ക് ചെയ്യണം. അതാണ് നമ്മൾ ടോർക്ക് റേഞ്ച് വെച്ചിട്ടാണ് ചെയ്യുന്നത്. ഫുള്ള് എല്ലാ 4 വീലും ചെക്ക് ചെയ്യും. ഓക്കെ, അപ്പൊ ഇത് കാരണം കറക്റ്റ് മീൻസ് ഓവർ ഇതാകാണ്ട് അല്ലെങ്കിൽ ആ ഇതിന്റെ നമ്മുടെ ത്രെഡിന്റെ ഒക്കെ ലൈഫ് പോകാണ്ടിരിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ അത് നമ്മൾ ഓവർ ടോർക്ക് ആയി കഴിയുമ്പോൾ ത്രെഡൊക്കെ ചിലപ്പോൾ ഡാമേജ് ആയിപ്പോൾ, അപ്പൊ അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനത്തെ ഒരു ടോർക്ക് റേഞ്ച് വെച്ചിട്ട് അവർ ചെയ്യുന്നത്. നമ്മൾ പ്രീസെറ്റ് ആയിട്ട് ഒരു ടോർക്ക് സെറ്റ് ചെയ്ത് വെച്ചിട്ട് അവർ ടൈറ്റ് ചെയ്യുമ്പോൾ അതിനപ്പുറത്തോട്ട് നമ്മൾ എത്ര മാനുവലി പ്രഷർ കൊടുത്താലും അത് പോകില്ല. അപ്പൊ അത് കാരണം നമ്മുടെ ത്രെഡിന്റെ ലൈഫ് ഒക്കെ കിട്ടും. നെറ്റ് ഡാമേജ് ആവില്ല, ത്രെഡും ഡാമേജ് ആവില്ല. ഇതാണ് അവരിവിടെ ചെയ്യുന്നത്. അവർ ഓയിൽ ഫിൽറ്റർ മാറുകയാണ്. ഇതാണ് നമ്മുടെ പഴയ യൂസ് ചെയ്തുകൊണ്ടിരുന്ന ഓയിൽ ഫിൽറ്റർ. അതിന്റെ കൂട്ടത്തിൽ ഗ്യാസ്കറ്റ് മാറും കേട്ടോ. എന്നാൽ ലീക്കൊന്നും വരാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അതൊരു പ്രിക്കോഷണറി ആയിട്ട് അവർ മാറുന്നതാണ്. എന്താണ് നമ്മുടെ ഫോർഡ് മോട്ടോക്രാഫ്റ്റിന്റെ പാർട്ടാണ്. 148 രൂപയാണ് ഓയിൽ ഫിൽറ്ററിന്റെ വില വരുന്നത്. അങ്ങനെ ഇങ്ങനെ മഞ്ഞ കളറിൽ നിന്ന സാധനമാണ് അത് കറുകറായത്. അതിന്റെ കൂട്ടത്തിൽ തന്നെ ഗ്യാസ്കറ്റ് ഇൻക്ലൂഡഡ് ആണ് കേട്ടോ. കാരണം ഇത് ഒരുപാട് ചൂടാവുന്ന ഒരു പാർട്ടായതുകൊണ്ടായിരിക്കുമല്ലോ ഗ്യാസ്കറ്റ് എപ്പോഴും മാറ്റിക്കുന്നത്. കാരണം ഇത് ഒരുപാട് ഓയിലിൽ കൂടെ സർക്കുലേറ്റ് ആവുന്ന ഒരു ഇതല്ലേ, അപ്പം ഡാമേജ് ആകാണ്ടിരിക്കാൻ വേണ്ടി മാറ്റുന്നതാണ് ഒരു പ്രിക്കോഷൻ ആയിട്ട്. അപ്പൊ ഇതൊരു മാറുകയാണ്. ഇത് നമ്മൾ ക്യാബിൻ ഫിൽറ്റർ മാറുകയാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ എല്ലാ സർവീസിലും മാറുന്നതാണ് നല്ലതല്ലേ. 20,000-ലാണ് എത്രയാണ് റെക്കമെൻഡ് ചെയ്യുന്നത്? ഓക്കെ, എല്ലാ സർവീസിലും മാറുന്നതാണ് നല്ലത്. റോഡ് കണ്ടീഷൻ അനുസരിച്ചിട്ട് നല്ല ബ്ലോക്ക് ആവും. പിന്നെ പയ്യെ സ്മെല്ലും ഫ്ലോ കാണില്ല, എയർ ഫ്ലോ കാണില്ല, കൂളിംഗ് കുറച്ച് കുറവായിരിക്കും. ഉള്ളിലോട്ടാണ് ഇരിക്കുന്നത്, നമുക്ക് ഇവിടെ നിന്ന് കറക്റ്റ് ആക്സസ് കാണാൻ പറ്റില്ല. നമ്മൾ വിചാരിച്ചാൽ അത്ര ഈസി ആയിട്ട് ഊരാൻ പറ്റുന്ന പരിപാടിയല്ല. എയർ ഫിൽറ്റർ മാറുന്ന പോലെ ക്യാബിൻ ഫിൽറ്റർ മാറാൻ പറ്റില്ലെന്ന് മനസ്സിലായിട്ടോ. നല്ല 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 അതെ അതെ അതെ. 2 ദിവസം മുന്നേ വൈഫ് പറയുന്നുണ്ടായിരുന്നു AC-ക്ക് തണുപ്പ് കുറവാണെന്ന്. അപ്പം ഇതാണ് കാരണക്കാരൻ. 165 രൂപയാണ് ഇതിന്റെ വില. അപ്പൊ ഇത് 2 സൈഡും അങ്ങനെ സൈഡ് മാറിയാലൊന്നും കുഴപ്പമൊന്നുമില്ലല്ലോ അല്ലേ? ഓ ഓക്കെ, ഇതിലുണ്ട് കേട്ടോ. ഇതിലൊരു എയർ ഫ്ലോ മോഡ് ഉണ്ടോ? ഒരു സെക്കൻഡ് വേണ്ട. ഇതനുസരിച്ച് വേണം നമുക്കിത് ഫിറ്റ് ചെയ്യണം. ഇല്ലെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ എന്ത് പറ്റും? ഫ്ലോ കിട്ടൂല. ഓക്കെ, അപ്പൊ ഇത് നോക്കിയാണ് ആരെങ്കിലും വെളിയിൽ നിന്നൊക്കെ ഫിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് നോക്കണം. പുറത്തുള്ള ആൾക്കാർക്ക് ചിലപ്പോൾ ഇതൊന്നും അറിഞ്ഞുകൂടെന്ന് വരും. ചിലപ്പോൾ തിരിച്ചിട്ടാൽ നമ്മുടെ കാര്യം അതിൻ്റെതായ രീതിയിൽ നടന്നില്ലെന്നും വരും. അതേപോലെ
ഇതാണ് അടുത്ത എയർ ഫിൽറ്റർ റീപ്ലേസ്മെന്റ് ആണ്. എയർ ഫിൽറ്റർ ഒക്കെ പുതുത്തം പോലെ ഇരിപ്പുണ്ടല്ലോ, കാരണം ചെറിയൊരു ബ്ലോക്ക് ഉണ്ട്. ചെറിയ ബ്ലോക്ക്. അപ്പൊ അതും എന്തായാലും മാറാം. ഇതിൽ റീപ്ലേസ്മെന്റ് കാര്യത്തിൽ നമ്മൾ നോ കോംപ്രമൈസ്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ മേജറായിട്ട് വണ്ടി മാറുന്നതാണ് നല്ലത് കേട്ടോ. എപ്പോഴും മാറി വെക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയും വണ്ടിയുടെ നമുക്ക് എവിടെയെങ്കിലും ഫ്യൂൽ എഫിഷ്യൻസി കൂട്ടാനോ എന്തെങ്കിലും അത് ഉപകാരപ്പെടും. ആണ് ഇതിനകത്ത് ഡസ്റ്റ് കയറും, കണ്ട ഇതൊക്കെ കണ്ട, ഇതിനകത്ത് കുറച്ച് പൊടികളൊക്കെ ഉണ്ട്, അതൊക്കെ അവർ ക്ലീൻ ചെയ്യണം. കാരണം ഇതിന്ന് ഡയറക്റ്റ് സക്ക് ചെയ്ത് ടർബോയിലോട്ടല്ലേ പോകുന്നത്, ടർബോയിന്ന് ഹൈ പവറിൽ എഞ്ചിനിലോട്ട് പോകും. അപ്പൊ ഇതൊക്കെ നമ്മൾ എപ്പോഴും മാറണം, കാരണം ടർബോയ്ക്ക് വളരെ ക്ലോസ് ആയിട്ടിരിക്കുന്ന ഒരു പാർട്ടാണ്. കാരണം ടർബോ എന്തായാലും നല്ല പ്രഷറിലാണ് സക്ക് ചെയ്യുന്നത്. 582 രൂപയാണ് നമ്മുടെ എയർ ഫിൽറ്ററിന്റെ വിലയെന്ന് പറയുന്നത്. ഇത് എക്കോസ്പോർട്ടിന്റെ പുതിയ മോഡൽ. പഴയ മോഡലിന് വീണ്ടും റേറ്റ് ഡിഫറൻസ് വരും. സൈസ് വേരിയേഷൻ. സൈസ് വ്യത്യാസം. എക്കോസ്പോർട്ട് എന്ന് പറഞ്ഞ് വാങ്ങിച്ചെടുക്കും. ഇതാണ് വാഷ്ഫുഡ് ബോക്സ്, ഗ്ലാസ് ക്ലീൻ ചെയ്യേണ്ടതാണ്. പിന്നെ 59 രൂപയാണ് ഇതിന് വില വരുന്നത്. ഫോർഡിന്റെ തന്നെയാണ്, ഫോർഡിന്റെ ആണ്, ജെന്യൂൻ ആണ്. വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള വെള്ളം കണ്ടത് വാട്ടർ ഒഴിച്ചു കൊടുക്കണം. നല്ല വാട്ടർ ആയിരിക്കും. ഈ ഫിൽറ്ററിന്റെ ബ്ലോക്ക് അല്ല, ഇതിനും ഫിൽറ്റർ ഉണ്ടോ? ഇതിന് ഇവിടെ ടാങ്കിന്റെ അടിയിൽ ഒരു ഫിൽറ്റർ ഉണ്ട്, മോട്ടറിൽ ഒരു ഫിൽറ്റർ ഉണ്ട്. 2 ഫിൽറ്ററാണ്. നമ്മുടെ റിയർ വൈപ്പർ ബ്ലേഡ് മാറുകയാണ് കേട്ടോ. അപ്പൊ ഇതിന്റെ പ്രൈസിംഗ് എന്ന് പറയുന്നത് ഏകദേശം 462 രൂപയാണ്. കാരണം നമ്മളെ കട്ടായ ബ്ലേഡ് ചുമ്മാ വലിച്ച ഊരി വരും അല്ലേ? ജസ്റ്റ് ഒരു ലോക്കാണ്. ലോക്കിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഗിയർ ലോക്ക് ആവും അല്ലേ? ആ ഒരു സൗണ്ട് ലോക്കായി. അപ്പൊ ആ പരിപാടിയും കഴിഞ്ഞു. അടുത്ത് നമ്മുടെ ഡാമേജ് ആയിട്ടുള്ള ഡോർ സ്ട്രൈക്കർ അല്ലേ? ഡോർ സ്ട്രൈക്കർ എന്നല്ലേ പറയുന്നത്, ബൂട്ട് ഡിക്കി സ്ട്രൈക്കർ. അപ്പൊ അത് നമ്മൾ മാറുകയാണ്. ഇതൊക്കെ വളരെ പെട്ടെന്ന് മാറാൻ പറ്റുന്ന കേസുള്ളൂ. അപ്പൊ ഇതൊക്കെ ശരിക്കും പറഞ്ഞാൽ ചൂടൊക്കെ അധികം അടിക്കുന്നതുകൊണ്ട് ഡാമേജ് ആയി പോകുന്നുണ്ടല്ലേ. അപ്പൊ ഇതാണ് ഐറ്റം. ബമ്പർ ബാക്ക് ഡോർ എന്നാണ് ഇതിന്റെ പാർട്ടിനെ പറഞ്ഞേക്കുന്നത്. 469 രൂപ വില വരുന്ന, അത്യാവശ്യം വെറും ഒരു ഇതല്ല, 569 രൂപയ്ക്ക് ഉള്ളത് പോലെ തന്നെ തോന്നുന്നുണ്ട് കേട്ടോ. ഇത് പഴയതും പുതിയതുമാണ്. ഇങ്ങനെയാണ് ഡാമേജ് ആയി പോയത്. ഇതിന്റെ ഫോർഡിന്റെ എംബ്ലം ചെറുതായി പോയാ, ഫോർഡിന്റെ എംബ്ലം ചെറുതായി പോയത്. ഇപ്പൊ തിരിച്ചിത് ഫിറ്റ് ചെയ്യണം. നമുക്കൊക്കെ ടൂൾ ഉണ്ടെങ്കിൽ നമുക്ക് സ്വന്തമായിട്ട് മാറാവുന്നതേ ഉള്ളൂ. പക്ഷെ സർവീസ് സെന്ററിൽ വന്ന് സർവീസിൽ ചെയ്യുമ്പോൾ അതിൻ്റെതായ രീതിയിൽ ചെയ്യാം. നമ്മൾ ചെയ്യുമ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു പോരാക്കുറവ് വരും. അപ്പോൾ ഇത് ഫിറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇതിന്റെ ഒരു അഡ്ജസ്റ്റ്മെന്റ് അലൈൻമെന്റ് നോക്കും, പ്രോപ്പർലി അലൈൻഡ് ആണോ നോക്കും. അലൈൻഡ് ആണല്ലേ, പ്രോപ്പറായിട്ട് ലോക്കായി. ബാറ്ററി അടുത്ത നമ്മുടെ വാട്ടർ ലെവൽ ചെക്ക് ചെയ്യണം, ബാറ്ററിയുടെ വാട്ടർ ലെവൽ. അപ്പൊ അതിന് മുന്നേ ബാറ്ററി എല്ലാം ഡിസ്കണക്ട് ചെയ്യണം അല്ലേ? 6 സെല്ലുണ്ട്. നമ്മൾ അതിന്റെ ഇലക്ട്രോലൈറ്റിന്റെ ലെവലും സ്പെസിഫിക് ഗ്രാവിറ്റി ചെക്ക് ചെയ്യും. കുറവുണ്ടെങ്കിൽ ടോപ്പ് അപ്പ് ചെയ്യും. ഓട്ടോമാറ്റിക് ചാർജ് ആയിട്ട് പോകും. എല്ലാ സർവീസിലും ചെയ്യണതാണ് നമ്മൾ ബാറ്ററി. ഫസ്റ്റ് തന്നെ നമ്മൾ ബാറ്ററി റിപ്പോർട്ട് എടുക്കും. റിപ്പോർട്ട് എടുക്കുമ്പോൾ ഗുഡ് ബാറ്ററി. അതിൽ തന്നെ ചാർജ് ചെയ്യേണ്ടതാണെങ്കിൽ ചാർജ് ചെയ്യാൻ പറ്റും. കണ്ടീഷൻ ആണെങ്കിൽ ചാർജ് ചെയ്യും, റീപ്ലേസ് ആണെങ്കിൽ റീപ്ലേസ് ചെയ്യും. പിന്നെ ജസ്റ്റ് ബാറ്ററി വാട്ടർ ചെക്ക് ചെയ്യണം. എല്ലാ സർവീസും ചെയ്യുന്നതാണ് കറക്റ്റ്. അതായത് ബാറ്ററിക്ക് 6 സെല്ല്. ഇതാണ് ബാറ്ററി വാട്ടർ ലെവൽ. ഇതിൽ കാണാൻ പറ്റുന്നില്ല, എന്നാലും ഫിസിക്കലി ഒരു ഇൻസ്പെക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ ആണെന്നാ പറഞ്ഞത്. പിന്നെ കുഴപ്പമില്ല. ഭയങ്കര ഹെവി റേറ്റിംഗ് ഉള്ള ഫ്യൂസ് ഒക്കെയാണ് കേട്ടോ. ഇതിലെല്ലാം വണ്ടിയുടെ സ്റ്റാർട്ടർ മോട്ടറും സ്റ്റിയറിംഗ് മോട്ടറിൻ്റെയൊക്കെ പവർ സ്റ്റിയറിംഗ് മോട്ടറിനൊക്കെ ഉള്ള ഫ്യൂസ് ഒക്കെയാണ് ഇതിൽ വന്നേക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ സാധാ ഫ്യൂസ് നമ്മൾ എപ്പോഴും കാണുന്ന ഫ്യൂസിനൊക്കെ 10 ആംസും 10 ആംസും 20 ആംസ് ഒക്കെയാണ് മാക്സിമം വരുന്നത്. 2 ആംസ് 3 ആംസ് 5 ആംസ് അങ്ങനെ. നമ്മൾ ഓയിൽ റീഫിൽ ചെയ്യണം. പഴയതെല്ലാം ട്രെയിൻ ആക്കി കളഞ്ഞിട്ടുണ്ട്. ഫുള്ളി സിന്തറ്റിക്. ഓക്കെ. ക്വാണ്ടിറ്റി വന്ന് 3.8 ആണ് നമുക്ക് ഇത് വരുന്നത്. ഓക്കെ ഓക്കെ. ഫുള്ളി എഞ്ചിൻ ഓവറോൾ ചെയ്യുമ്പോൾ നമുക്ക് കൂടും. ജസ്റ്റ് ഓയിൽ ഫിൽറ്ററിനും മാത്രം വരുമ്പോൾ 3.8. ഓക്കെ. മറ്റേതാകുമ്പോൾ എത്ര അധികം വരുന്നത്? 4.7 RAG. ഓക്കെ ഓക്കെ. അപ്പൊ ഇനി ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോകണം. ഇനി സ്റ്റാർട്ട് ചെയ്തതിന് ശേഷം വീണ്ടും ഇതിന്റെ ഒന്ന് റീസൈക്കിൾ ആവും. ഫ്യൂല് റീസൈക്കിൾ അല്ല, റീസർക്കുലേഷൻ വരും. വണ്ടി സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. അപ്പൊ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന കാര്യം എന്ന് വെച്ചാൽ ഇപ്പം ഇവർ കണ്ടില്ലേ, കുറച്ച് ഓയിൽ ബാക്കി വെച്ചിട്ടുണ്ട്. അപ്പം ഇപ്പൊ ഒഴിച്ച ഓയിൽ വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് വീണ്ടും ഓയിൽ ഫിൽറ്ററിലേക്ക് ഓയിൽ സർക്കുലേഷൻ വരും. അപ്പൊ കുറച്ചും കൂടെ ഓയിൽ കുറയും. അപ്പൊ എന്നിട്ടാണ് അവർ വീണ്ടും പിന്നെ ബാക്കി ടോപ്പ് അപ്പ് ചെയ്യണം. ഇതാണ് നമ്മുടെ ഡിപ്സ്റ്റിക്കിന്റെ ഗേജ് കേട്ടോ. അപ്പൊ ഡിപ്സ്റ്റിക്കിന്റെ ഗേജിൽ ഈ മുകളിൽ കാണുന്ന ആരോ ആണ് ഇതിന്റെ
മാക്സിമം ലെവൽ എന്ന് പറയുന്നത്. അതിന് മുകളിലോട്ട് ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ പ്രഷർ കൂടിയിട്ടുണ്ട്, സീലൊക്കെ ഡാമേജ് ആയി പോകാനുള്ള ചാൻസ്, പ്രഷർ സീൽ ഓയിൽ സീലൊക്കെ പെട്ടെന്ന് ഡാമേജ് ആയി പോകാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവർ ആ ഒരു ലെവലിന് അധികം പോകരുതെന്ന് പറയുന്നത്. ഇനി അടുത്ത റോഡ് ടെസ്റ്റിന് പോകും മുന്നേ അടുത്തത് ഒരു വണ്ടിയുടെ പ്രഷർ എയർ പ്രഷർ ടെസ്റ്റ് ചെയ്യാണ്. അതിന് 32 ആണ് വയ്ക്കാറ്. എത്ര ഉണ്ട്? കുറവാണല്ലേ, ശകലം കുറവാണല്ലേ, 27 ആണ് കാണിക്കുന്നത്. അപ്പോൾ ഒന്ന് ടോപ്പപ്പ് ചെയ്യാം. വണ്ടി ഇതാ റോഡ് ടെസ്റ്റിന് പോവുകയാണ്. എല്ലാം പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഓവറോൾ വർക്ക് നടക്കുന്നതാണ്. ഫുൾ ബിസി സർവീസ് സെന്റർ എന്ന് വേണമെങ്കിൽ തന്നെ പറയാം. എന്താ ഇവിടെ വണ്ടിയുടെ സ്റ്റിയറിംഗ് കോളമൊക്കെ ആണെന്ന് തോന്നുന്നു മാറുന്നു. സ്റ്റിയറിംഗ് റാക്കും കാര്യങ്ങളൊക്കെ മാറുന്നുണ്ട്. അത്യാവശ്യം എല്ലാ ബേയും ഫുള്ളാണ്. ഇതാണ് ഇവരുടെ ബോഡി ഷോപ്പ് ഫെസിലിറ്റി. ഞാൻ പറയില്ല, നല്ല വലിയ ഒരു സിംഗിൾ ഹാങ്ങർ ആണെങ്കിലും നല്ല വലിയ ഇതാണ് ഇവരുടെ പെയിന്റ് ബൂത്ത്. ഇതാണ് ഇവരുടെ പെയിന്റ് മിക്സിംഗ് യൂണിറ്റ്. അതിൽ എല്ലാവരും കൂടെ പെയിന്റ് അടിക്കാൻ വേണ്ടി കിടപ്പുണ്ട്. നല്ല വലിയ ഫെസിലിറ്റി അല്ലേ. ബ്ലെൻഡിങ് വർക്കൊക്കെ ഇവിടെയാണ് ചെയ്യുന്നത്. അവിടെ പാനൽ ചേഞ്ചിങ് കാര്യങ്ങളെല്ലാം ഇവിടെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ ഇവിടുത്തെ ക്വാളിറ്റി ഇൻസ്പെക്ഷൻ ബേയിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ക്വാളിറ്റി ഇൻസ്പെക്ഷൻ ബേയിൽ ചെയ്യുന്ന ഇത്രയും പോയിന്റ്സ് ആണ് ഇവർ ചെക്ക് ചെയ്യുന്നത്. ഇതൊരു ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വർക്ക് ചെയ്തതിൻ്റെ ഒരു സൂപ്പർവിഷൻ ആണെന്ന് വേണമെങ്കിൽ പറയാം. അതിൻ്റെ ഒരു ക്വാളിറ്റി ഇൻസ്പെക്ഷൻ ആണ്. അപ്പോൾ നമ്മളെ വണ്ടി ഇതാ വരുന്നുണ്ട്. ക്വാളിറ്റി ടെസ്റ്റ് ബേയിലോട്ട് ഇതാ വണ്ടി വരികയാണ്. ലൈറ്റ്സും നേരത്തെ ചെക്ക് ചെയ്തതിന്റെ കാര്യങ്ങൾ വീണ്ടും ഒന്നും കൂടെ ഒരു ചെക്ക് ചെയ്യാണ്. ആഞ്ജനേയ എന്തൊക്കെയാണ് നോക്കുന്നത്? നോർമലി ചേട്ടാ ഈ പറയുന്ന നമ്മൾ ഇപ്പം ചെയ്ത വർക്കില്ലേ അതൊന്ന് ക്രോസ് ചെക്ക് ചെയ്യും. അഡീഷണൽ ആയിട്ട് ഫുൾ കൺട്രോൾസ് കാര്യങ്ങളെല്ലാം ഓക്കെ, വണ്ടിയുടെ ഈ എല്ലാ കൺട്രോൾസ് കാര്യങ്ങളെല്ലാം വർക്ക് ആവുന്നുണ്ടോ, എന്തെങ്കിലും അഡീഷണൽ ആയിട്ടുണ്ടോ ഒരു ക്രോസ് ചെക്കിംഗ് ആണ്. അപ്പോൾ ഇതിൽ വേണമെങ്കിൽ നമുക്ക് ജസ്റ്റ് നോക്കാൻ പറ്റും ഇതിൽ എന്തൊക്കെയാണ് ചെക്ക് ചെയ്യുന്നുണ്ട്. ടെസ്റ്റ് റിപ്പോർട്ട് ഇതിന്റെ വെഹിക്കിൾ റിപ്പോർട്ട് കാർഡിന്റെ ഇതിനനുസരിച്ചിട്ടാണ്. അതെ, ഇതിപ്പോൾ ഒരു 1 lakh kilometer സർവീസ് ആണ് ചെയ്തേക്കുന്നത്. ഇപ്പോൾ നോർമലി ഇതിൽ എല്ലാ സർവീസിലും ഓയിൽ ഫിൽറ്റർ മാറുന്നുണ്ട്. പിന്നെ വണ്ടിയുടെ എയർ ഫിൽറ്റർ, AC ഫിൽറ്റർ ഉണ്ട്. കറന്റ് ഡീസൽ ഫിൽറ്റർ മാറണ്ട, അടുത്ത സർവീസ് ഉള്ളൂ. അപ്പോൾ അതെല്ലാം ഓൾറെഡി ചേഞ്ച് ചെയ്തതാണ്. പിന്നെ ഈ പറഞ്ഞ അതിൽ എന്തെങ്കിലും ഫിറ്റ്മെന്റ് ലൂസോ കാര്യങ്ങളുണ്ടോ, പിന്നെ ഈ പറഞ്ഞ പോലെ പവർ വിൻഡോയുടെയൊക്കെ കാര്യങ്ങളെല്ലാം. അപ്പൊ ഇൻ കേസ് എന്തെങ്കിലും മീൻസ് ഈ പറയുന്ന പോലെ ഒന്ന് മിസ്സായി പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് ഇതാകുമ്പോൾ നോർമലി ഒന്നും മിസ്സാകാറില്ല എങ്കിലും ഒരു കൗണ്ടർ ചെക്ക് ആയിട്ട് അവർ ചെയ്യുന്നതാണ്. കാരണം വെഹിക്കിൾ ആയതുകൊണ്ട് ഒരു സേഫ്റ്റി കൺസേൺ ആവാണ്ടിരിക്കാൻ. ഈ അഡീഷണൽ ആയിട്ട് നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒബ്സർവേഷൻ പറഞ്ഞിട്ടുള്ള കൺവേ ചെയ്തിട്ടുണ്ടോ ഇതെല്ലാം ഒന്ന് കൺഫേം ചെയ്യണം സേഫ്റ്റി റിലേറ്റഡ്. ഇപ്പൊ നോർമലി ഇത് കസ്റ്റമറിന് കൊടുക്കുന്ന ഒരു VRC കാർഡാണ്. അപ്പോൾ ഇതിൽ വണ്ടിയുടെ കറന്റ്ലി ഹെൽത്ത് റിപ്പോർട്ട് ഒരു 100% വരില്ലെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഇതിൽ വരുന്നു. അപ്പോൾ ഇതിൽ പറയുന്നതെല്ലാം ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യും. നമ്മൾ എന്തെങ്കിലും സേഫ്റ്റി റിലേറ്റഡ് എന്തെങ്കിലും മിസ് ആയിട്ടുണ്ടോ, കസ്റ്റമർ അപ്രൂവൽ ഇല്ലയോ. ഈ കാർഡിൽ തന്നെ നമ്മൾ അഡീഷണൽ ആയിട്ട് വരുന്ന ഒബ്സർവേഷൻസ് എല്ലാം നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിൽ നോൺ കോഡ് കുറച്ച് വയറിങ് അത് നമ്മുടെ ഈ ഹെഡ്ലൈനിൻ്റെ ഇതൊക്കെ ഉള്ളൂ. ഓൾറെഡി നമുക്ക് അറിയാവുന്നതാണ്. ഇപ്പം ബ്രേക്ക് പാഡോ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ അഡീഷണൽ ഉണ്ട്, അത് നമ്മൾ ഓൾറെഡി അഡ്വൈസർ കൺവേ ചെയ്യുന്നതാണ്. നമ്മളൊന്ന് ക്രോസ് ചെയ്യും. ഇത് നമ്മുടെ കൂളന്റ് കൂളന്റിന്റെ ആണ്. കൂളന്റ് നമുക്ക് ഇതിലിപ്പോ ടോപ്പപ്പിന്റെ ആവശ്യമൊന്നും ഇല്ല. കറക്റ്റ് ഇതിന്റെ ഈ ബോട്ടിൽസ് എല്ലാം ട്രാൻസ്പെറന്റ് ആണ്. നമുക്ക് ഇവിടെ നിന്നാ കാണാൻ കഴിയും. ഇപ്പം ഒരു മാക്സിമം മാർക്കിംഗ് ഉണ്ട്, ഓക്കെ, മിനിമം മാർക്കിംഗ് ഉണ്ട്. അതുപോലെ തന്നെ ഇതിലും ഒരു മാക്സിമം മിനിമം നമുക്ക് ടോർച്ച് അടിച്ചാൽ കറക്റ്റ് അറിയാം. പിന്നെ വൈപ്പർ ടാങ്കിന് അങ്ങനെ ലെവലില്ല. ടോപ്പ് വരും. ഇൻ കേസ് ഓവർഫ്ലോ ആയാലും ഈ ട്യൂബ് വെളിയിലോട്ട് വരും. പിന്നെ നോർമൽ ബാറ്ററി, എയർ ഫിൽറ്റേഴ്സ്, ഓയിൽ ഫിൽറ്റർ. ഇതൊക്കെയാണ് ഒരു ക്വാളിറ്റി ടെസ്റ്റിന്റെ ഭാഗമായിട്ട് ഓരോന്നവര് പ്രോപ്പറായിട്ട് ഇൻസ്പെക്ട് ചെയ്യണം. ജസ്റ്റ് കാണിക്കും. നമ്മുടെ എയർ പ്രഷർ, ടയർ പ്രഷർ വീണ്ടും ഒരു ക്രോസ് ചെക്ക് ചെയ്യണം. ടയർ പ്രഷർ നേരത്തെ കുറവാണ് വന്നത് വണ്ടിയിൽ, 27. അപ്പൊ നമുക്ക് റീഫിൽ ചെയ്യണം, ഇൻഫ്ലേറ്റ് ചെയ്യണം.
നൈട്രജൻ അല്ല, ഇതിൽ എയർ ആണ്. എയർ തന്നെ അല്ല, എയർ ആണ്. നമ്മുടെ നേരത്തെ എയർ കുറവുണ്ടായിരുന്നല്ലോ, അത് വീണ്ടും ഇൻഫ്ലേറ്റ് ചെയ്യണം. ആൾക്കാർ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ കുറച്ച് എയർ അടിച്ചിട്ടുള്ള ഒരു ടയർ ഇതായിരിക്കും. ഇതാണ് ഇവരുടെ വാഷിംഗ് ഫെസിലിറ്റി. ഇത് അത്യാവശ്യം 2 വണ്ടിയൊക്കെ ഒറ്റ വാഷ് ചെയ്യാൻ പറ്റും. അപ്പോൾ എൻ്റെ വണ്ടി അടുത്ത് വാഷ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്ന് കിടക്കുകയാണ്. അപ്പോൾ നമ്മുടെ വണ്ടി എന്താ വാഷ് ചെയ്യാനായിട്ട് അവർ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് നമ്മുടെ കസ്റ്റമർ ലോഞ്ച് കേട്ടോ. നമ്മുടെ പഴയ മീറ്റപ്പിൻ്റെ മൊമെൻ്റോ ഒക്കെ ഇരിക്കുന്നുണ്ടോ. ലാസ്റ്റ് മീറ്റപ്പിൻ്റെ പോസ്റ്റർ, ഫസ്റ്റ് ഇയറിൻ്റെ പോസ്റ്റർ. നമ്മളിവിടെ സർവീസ് ചെയ്യാൻ വേണ്ടി വന്നപ്പോൾ നമുക്ക് ഒരു പരിചയക്കാരനോട് വന്നിട്ടുണ്ട്. മനീഷ് ഏട്ടൻ എത്തിയിട്ടുണ്ട്. മനീഷ് ഏട്ടൻ എന്താ പരിപാടി? ഒരു എഞ്ചിൻ ഗാർഡ് കിട്ടണം. എഞ്ചിൻ ഗാർഡ്. മനീഷ് ഏട്ടൻ്റെ എഞ്ചിന്റെ കവർ സ്പ്ലാഷ് ഗാർഡ് ഉണ്ട്, അത് റീപ്ലേസ് ചെയ്യാൻ വേണ്ടി വന്നേക്കുക. അപ്പൊ എന്തുണ്ട് മനീഷ് ഏട്ടാ വിശേഷം? അടിപൊളി. അടുത്ത ട്രിപ്പിന് വേണ്ടി വെയിറ്റ് ചെയ്യണം. അടുത്ത ട്രിപ്പിന് വണ്ടർല ഒരു ഷോർട്ട് ട്രിപ്പാണ്. അത് ഒരു ട്രിപ്പായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റൂല. എന്തായാലും ഇപ്പൊ ചോദിക്കണേ, ഗോവ പോയിട്ട് വന്നിട്ട് വണ്ടർല എന്ന് പറയാൻ നാണക്കെ. മനീഷ് ഏട്ടന്റെ വണ്ടി ഇതാ പോകുന്നു. ഓ, വലിയ നമ്മുടെ കൂട്ടത്തിൽ ഏറ്റവും തിളക്കമുള്ള വണ്ടി മനീഷ് ഏട്ടന്റെ വണ്ടിയാണ് കേട്ടോ. തിളക്കം മാത്രമേ ഉള്ളൂ, പക്ഷെ ഗുണം വൈപ്പർ ഗുണം ഒരു കുഴപ്പമില്ല. എല്ലാം നല്ല ഗുണമുള്ള വണ്ടി തന്നെ അത്. തിളക്കം തന്നെ കാര്യമില്ല. വണ്ടിയുടെ ഒരു യുവത്വം കാണിച്ചു തരുന്നതല്ല വണ്ടിയുടെ തിളക്കം എന്ന് പറയുന്നത്, അല്ലേ? അല്ലെ, വണ്ടിയുടെ പുതുമ എപ്പോഴും കാണിച്ചു തരുന്നതല്ല വണ്ടിയുടെ തിളക്കം എന്ന് പറയുന്നത്. ഇത് കൈർലി ഫോർഡിന്റെ പാർട്ട് സെക്ഷൻ ആണ്. അപ്പൊ ഇതൊക്കെ കണ്ടില്ലേ, ഓയിൽ ക്യാൻ ആണ്. വലിയ വലിയ ക്യാൻ ലിറ്റേഴ്സിനാണ് വെച്ചേക്കുന്നത്. അപ്പം ഇതിൽ എന്തൊക്കെ ഓയിലാണ്, ഏത് കമ്പനി ബ്രാൻഡ് ഓയിൽസ് ആണ് വരുന്നത്? 5W30, 10W30 നമ്മുടെ BS4, BS6ന്റെ എഞ്ചിൻ ഓയിൽസ് ആണ് നമ്മുടെ നിലവിൽ സ്റ്റോക്കിലുള്ളത്. ഓക്കെ, നമ്മുടെ സർവീസ് വണ്ടിക്കുള്ള പാർട്സ്. ഓക്കെ, ഇത് 5W30യുടെ വലിയ ക്യാൻ ആണ് വന്നേക്കുന്നത്. അപ്പൊ ഇതിന്ന് ഇവര് കാസ്ട്രോളിന്റെ ഓയിലാണ്. അതെ, ഇതൊക്കെ നമ്മുടെ EMS, അതായത് സർവീസിൽ വരുന്ന റീപ്ലേസ്മെന്റ് പാർട്സ് ആണ്. അങ്ങനെ ആവശ്യം പോലെ സ്റ്റോക്ക് ഉണ്ട്. ഇതൊക്കെ സ്ഥിരം ഡെയിലി റിക്വയർമെന്റ് വരുന്നതായതുകൊണ്ട് ആവശ്യത്തിൽ കൂടുതലുള്ള സ്റ്റോക്കുകൾ ഇരിപ്പുണ്ട് കേട്ടോ. ഇതുണ്ട്, ഇത് ഓയിൽ ഫിൽറ്റർ ആണ് ഇരിക്കുന്നത്. അപ്പൊ എല്ലാ ആവശ്യത്തിൽ കൂടുതൽ സ്റ്റോക്ക് ഉണ്ടല്ലേ? എല്ലാവരും സ്റ്റാഫും എല്ലാവരും ഉണ്ട്. എല്ലാ പാർട്സും അവൈലബിൾ ആണ്. ഓക്കെ, അപ്പൊ കൗണ്ടർ സൈഡിലൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. എല്ലാ കസ്റ്റമറിനും എല്ലാവർക്കും കൊടുക്കും. പുറത്തുനിന്ന് ആൾക്കാർ വന്നാലും കൊടുക്കുന്നുണ്ട്. അപ്പം പുറത്തുനിന്ന് ആൾക്കാർക്ക് ഈ പോയിട്ട് ഈ കണ്ട ലോക്കൽ പ്രോഡക്ട്സ് മേടിച്ചിട്ടുണ്ടേക്കാൾ നല്ലത് ഫോർഡിന്റെ ജെന്യുവൻ പ്രോഡക്ട്സ് ഇവിടെ കിട്ടും. നിങ്ങൾക്ക് ഇവിടെ സ്റ്റോക്കിൽ അവൈലബിൾ അല്ലാത്ത പ്രോഡക്ട്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യാം. ആവശ്യം പോലെ സാധനങ്ങളുണ്ട്. ബാറ്ററി ആണെങ്കിലും ശരി, പിന്നെ ഇവിടെ ടയറും കാര്യങ്ങളെല്ലാം കിട്ടും. അപ്പോൾ അതും വേണമെങ്കിൽ നിങ്ങൾക്ക് മേടിക്കാം. അത്യാവശ്യം റണ്ണിങ് പാർട്സ് ഒക്കെ എല്ലാം ഉണ്ട്. ചില പാർട്സുകൾ മാത്രം ചിലപ്പോൾ സ്റ്റോക്കിൽ ഇല്ലാന്ന് വരും. പക്ഷെ അത് നിങ്ങൾക്കൊരു സാധാരണ ഒരു പ്രൊസീജിയർ വൈസ് നിങ്ങൾക്ക് എത്ര ദിവസമായിരിക്കും പാർട്സ് ഓർഡർ ചെയ്താൽ? 2 ദിവസം കഴിയുമ്പോൾ ലോഡ് വരും. 2 ദിവസം, ആഴ്ചയിൽ 3 ലോഡ് വരും കിട്ടും. എങ്കിലും ഒരു ആവറേജ് ഇത് മീൻസ് ഡെലിവറി ടൈം എത്രയായിരിക്കും ഫോർഡ് എടുക്കുന്ന? ഫോർഡിന്റെ അവിടെ ഫോണില്ല, നമ്മൾ ഇന്ന് നമുക്ക് 24 മണിക്കൂറിനകത്ത് പാർട്സ് ബില്ലാവും. ഓക്കെ, 48 മണിക്കൂറിനകത്ത് പാർട്സ് കിട്ടും. ഓക്കെ, ഇതൊക്കെയാണ് ബാറ്ററീസ് ആണ് കേട്ടോ. ആവശ്യം പോലെ ബാറ്ററി ഇരിപ്പുണ്ട്. ഇതൊക്കെ നമ്മുടെ AC-യുടെ പൈപ്പ് ലൈൻ ഒക്കെ അല്ലേ? ഇത് AC-യുടെ പൈപ്പ് ഹൗസ് ആണല്ലേ? സസ്പെൻഷൻ സ്ട്രട്ടും കാര്യങ്ങളെല്ലാം ഇരിപ്പുണ്ട്. ഉള്ളിൽ കാണുന്ന സസ്പെൻഷൻ്റെ ഇതും നമ്മൾ അധികം ഉള്ളിലോട്ടൊന്നും കയറിയിട്ടില്ല, എന്നാലും ആവശ്യം പോലെ. പിന്നെ നിങ്ങൾക്ക് കുറെ മോളിലും കുറെ സ്റ്റോക്കുകൾ വെച്ചിട്ടില്ല. ഒരുപാട് ബോഡി പാർട്സ് ഒക്കെ ഒരു മോളിൽ കീപ്പ് ചെയ്യുന്നുണ്ട്. അപ്പൊ അതിലൊന്നും നമ്മൾ പോകുന്നില്ല. അപ്പൊ നമ്മുടെ വണ്ടിയുടെ വാഷം ഏകദേശം കഴിഞ്ഞ് വരാറായിട്ടുണ്ട്. ഉടൻ തന്നെ നമ്മുടെ വണ്ടി ഇറങ്ങും. ഇവിടെ ക്ലീനിങ് നടക്കുകയാണ്. എല്ലാ വണ്ടികളും വൈകുന്നേരത്തെ രാവിലെ വന്ന വണ്ടികളൊക്കെ സർവീസൊക്കെ കഴിഞ്ഞ് ഡെലിവറി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വണ്ടികളൊക്കെ ഇങ്ങനെ നല്ല രീതിയിൽ നല്ല ഒരു ബിസി ഡേ ആണ് ഇവരുടെ. നമ്മുടെ സർവീസ് കഴിഞ്ഞതാ വണ്ടി എത്തിയിട്ടുണ്ട്. വണ്ടി വാഷൊക്കെ കഴിഞ്ഞതാ വരുന്നു. വണ്ടി റെഡി ഫോർ ഡെലിവറി. അപ്പോൾ നമ്മുടെ സർവീസ് കഴിഞ്ഞ വണ്ടി എത്തിയതാ. സുഹൈൽ ഡീബ്രീഫ് ചെയ്യാൻ വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ള വർക്ക് എന്ന് പറയുന്നത് 1 ലാഖിൻ്റെ സർവീസാണ്.
ഓക്കെ ഇതിപ്പോൾ നമ്മൾ മാറിയ പാർട്സ് എന്ന് പറയുന്നത് ഗ്യാസ് ഡ്രെയിൻ പ്ലഗ് എന്ന് പറയും, ഓയിൽ ലീക്ക് ആവാതിരിക്കാനുള്ള വാഷറാണ്. ഓക്കെ പിന്നെ എഞ്ചിൻ ഓയിൽ, വാഷ് ഫ്ലൂയിഡ് പൗച്ച്, വൈപ്പിട്ട് ടാങ്കിലുള്ള ഫ്ലൂയിഡാണ്, AC ഫിൽറ്റർ, എയർ ഫിൽറ്റർ, ഇത്രയാണ് നമ്മൾ സർവീസിൽ വരുന്നത്. പ്ലസ് ഓയിൽ ഫിൽറ്റർ, ഇത്രയാണ് സർവീസിൽ വരുന്നത്. അഡീഷണൽ ആയിട്ട് നമ്മൾ മാറിയിട്ടുള്ളത് റിയർ വൈപ്പർ ബ്ലേഡ് മാറിയിട്ടുണ്ട്. ഓക്കെ പ്ലസ് ഡിക്കി സ്ട്രൈക്കർ ബാക്കിൽ വരുന്ന ബുഷ് മാറിയിട്ടുണ്ട്. മാറി. ഇത്രയും പാർട്സുകളാണ് നമ്മൾ മാറിയിട്ടുള്ളത്. ഓക്കെ പ്ലസ് 1 lakh സർവീസിന് ലേബർ നമ്മുടെ ക്ലബിന്റെ ഡിസ്കൗണ്ട് കൊടുത്തിട്ടുണ്ട് 10%. 10% നമ്മൾ ക്ലബ്ബുകാർക്ക് നമുക്ക് 10% ഓഫർ ഉണ്ട്. ഓക്കെ താങ്ക് യു. ഇത്രയാണ് ചെയ്തിട്ടുള്ളത്. ബാക്കി എല്ലാ ഫ്ലൂലെസും ടോപ്പ് ചെയ്തു, ബ്രേക്ക് അയച്ച് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ടോട്ടൽ എസ്റ്റിമേറ്റ് ടോട്ടൽ നമുക്ക് എസ്റ്റിമേറ്റ് എമൗണ്ട് വന്നിട്ടുള്ളത് 5386 രൂപ എമൗണ്ട് വന്നിട്ടുള്ളത് കേട്ടോ. 5356 രൂപയാണ് നമ്മുടെ 1 ലക്ഷം കിലോമീറ്റർ സർവീസ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആയത്. 5000 ഈവൻ മാരുതിക്ക് പോലും നമുക്ക് ഇതിനേക്കാൾ കൂടുതൽ, എന്റെ ഇഗ്നിസ് പോലും ഇതിനേക്കാൾ കൂടുതൽ പൈസ എടുക്കുന്നുണ്ട്. ചെയ്തു. ഇത് നമുക്ക് രാവിലെ എനിക്ക് ബ്രീഫ് ചെയ്തായിരുന്നു കേട്ടോ, ഇതെല്ലാം കാണിച്ചത്. ഇത് ഓക്കെയാണ്. ഇത് കഴിഞ്ഞപ്പോൾ തന്നെ നമ്മുടെ ടെക്നീഷ്യൻ സൂപ്പർവൈസർ ഇതെല്ലാം പറഞ്ഞു തന്നായിരുന്നു, ബാറ്ററിയുടെ ഇതെല്ലാം കാണിച്ചു തന്നായിരുന്നു. അപ്പൊ നമുക്ക് ഇതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള നമ്മുടെ വെഹിക്കിൾ റിപ്പോർട്ട് കാർഡ് വെച്ചിട്ട് ഇത് നമുക്ക് പറയുന്നത്. ഇതെല്ലാം ഓക്കെയാണ്, എന്റെ വണ്ടിക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല, എല്ലാം ഓക്കെ ആയിരുന്നു. ഇനി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ്, ഓക്കെ സർവീസ് എങ്ങനെ ഉണ്ടായിരുന്നു. സർവീസ് ശരിക്കും പറഞ്ഞാല് ഇനി ഞാൻ വണ്ടി ബാക്കി ഓടിച്ചു നോക്കാം. എനിക്ക് കാഴ്ചയിൽ ഞാൻ ഓൾമോസ്റ്റ് മൊത്തം വീഡിയോ ഞാൻ എടുത്തായിരുന്നു. ഞാൻ വണ്ടിയുടെ കൂടെ നിന്നാണ്, ടെക്നീഷ്യന്റെ കൂടെ നിന്ന സർവീസ് ഞാൻ ഫുള്ളി സാറ്റിസ്ഫൈഡ് ആണ്. ബാക്കി ഞാൻ ഡ്രൈവ് ചെയ്തിട്ട് ഞാൻ വിളിക്കാം, എനിക്ക് ഡ്രൈവ് ചെയ്യാം. കാരണം 1 ലക്ഷം കിലോമീറ്റർ ആയതുകൊണ്ട് എനിക്ക് അത്യാവശ്യം എനിക്ക് വണ്ടിയുടെ സർവീസ് കണ്ടാൽ തന്നെ അറിയാം അത് ഓക്കെ തന്നെ ആയിരിക്കും. എന്നാലും ഞാൻ വണ്ടി ഓടിച്ചിട്ട് ഞാൻ ബാക്കി പറയാം. ഓക്കെ, വളരെ ഫീഡ്ബാക്ക് ആണ്. ഉറപ്പായിട്ടും വണ്ടി ഓടിക്കുന്നതിന് മുമ്പായിട്ട് ഇപ്പൊ നമുക്കറിയാലോ, സർവീസിന് മുമ്പേ ഇപ്പൊ ഓവറോൾ ഇപ്പൊ കൃത്യസമയത്ത് വണ്ടി കിട്ടിയോ, പറഞ്ഞ വർക്കെല്ലാം ചെയ്തിട്ടുണ്ടോ എന്നുള്ളതിന് വണ്ടി ഓടിക്കുന്നതിന് മുമ്പായിട്ടുള്ള ഒരു ഇൻസ്റ്റന്റ് ഫീഡ്ബാക്ക് ആണ്. ഓടിച്ചതിന് ശേഷമുള്ളത് എന്നെ വിളിച്ച് പറയണം. ശരി. അപ്പൊ ഇത് ഞാൻ ഓവറോൾ എക്സ്പീരിയൻസ് ഞാൻ വീഡിയോ എടുക്കുന്നതുകൊണ്ട് സോയിൽ തന്നെ ടിക്കറ്റോ ഞാൻ എല്ലാം ഞാൻ ട്രൂലി എക്സെപ്ഷണൽ ആണ്. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അപ്പൊ എനിക്ക് എല്ലാം ഞാൻ ഓക്കെ. ഇതെന്താണ്? ഇത് വാഷിംഗ് ചെക്ക് ലിസ്റ്റ് ആണ്. വണ്ടിയുടെ ഓരോ ഏരിയയും നമ്മൾ ചെക്ക് ചെയ്തിട്ട് ടിക്കറ്റ് ഇടും, ശരിയാണോ എന്നുള്ളത് കസ്റ്റമറും കൂടെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് സൈൻ ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ എന്തെങ്കിലും കൺസേൺസോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമ്മൾ അത് ക്ലിയർ ചെയ്തിട്ടേ വണ്ടി വിടാറുള്ളൂ. ഓക്കെ. അപ്പൊ ഇവിടെയാണ് നമ്മൾ അഡ്വൈസേഴ്സ് ഒക്കെ ഇരുന്നിട്ട് നമുക്ക് എല്ലാം ഇതൊക്കെ നോക്കിയിട്ട് ചെക്ക് ചെയ്ത് പറഞ്ഞു തരുന്ന സ്ഥലം. ഇതാണ് നമ്മുടെ ക്യാഷ് പേയ്മെന്റ് നടത്തേണ്ട സ്ഥലം. ഇവിടെ നമ്മുടെ ബില്ല് വന്നിട്ടുണ്ട്. ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ എസ്റ്റിമേറ്റ് തന്നു. ബില്ലടച്ചിട്ടുണ്ട്. പോട്ടോ സുഹേല്. അപ്പൊ സുഹേലാണ് നമ്മുടെ ക്ലബിന്റെ അഡ്വൈസറും നേരത്തെ പറഞ്ഞ പോലെ. നമ്മുടെ പ്രിവിലേജ് പാർട്ട്ണറിന്റെ സ്റ്റിക്കർ ഒക്കെ ഇവിടെ ഒടിച്ചിട്ടുണ്ട്. ആർക്കെങ്കിലും മെമ്പർ ആവണമെന്നുണ്ടെങ്കിൽ സ്കാൻ ചെയ്താൽ മെമ്പർ ആവാം. ബാക്കി നമുക്ക് ഗേറ്റ് പാസ് മേടിച്ചിട്ട് നമുക്ക് ഇവിടെ തന്നെ ഇറങ്ങാം. ഇപ്പൊ നമ്മുടെ ബില്ലും ഗേറ്റ് പാസും നമുക്ക് കിട്ടി. അപ്പൊ നമുക്ക് പോവാം. അപ്പൊ ഓക്കെ സുഹേലെ, കാണാം വൈകുന്നേരം ഗ്രൗണ്ടിൽ കാണാം. ഓക്കെ ബൈ, താങ്ക് യു. അപ്പൊ നമ്മുടെ 1 lakh കിലോമീറ്റർ സർവീസ് ചെയ്ത് നമ്മൾ ഇറങ്ങി. ഏകദേശം 5357 രൂപയാണ് ഈ പറഞ്ഞ സർവീസിന് കോസ്റ്റ് ആയത്. ശരിക്കും പറഞ്ഞാൽ 5357 ഒരു 900 റുപ്പീസിന്റെ ഞാൻ സർവീസിൽ പെടാത്ത 2 പാർട്സ് മാറിയിട്ടുണ്ട്. അതായത് ഡിക്കി ബൂട്ട് സ്ട്രൈക്കറും പിന്നെ റിയർ വൈപ്പർ ബ്ലേഡും. അതിന് രണ്ടും കൂടെ അറൗണ്ട് ഒരു 930 റുപ്പീസാണ് 2 പാർട്ടിനും കൂടെ വന്നേക്കുന്ന ഒരു വില എന്ന് പറയുന്നത്. അപ്പോൾ ആ 2 പാർട്ടും കൂടെ മൈനസ് ചെയ്താൽ ഒരു 4400 റുപ്പീസാണ് ആ സർവീസിന് വന്നേക്കുന്നത്. പിന്നെ നമുക്കൊരു 250 റുപ്പീസ് അടുപ്പിച്ച് നമുക്ക് ക്ലബിന് ഡിസ്കൗണ്ട് കിട്ടിയിട്ടുണ്ട്. ക്ലബ് ഡിസ്കൗണ്ട് എന്ന് പറയുന്നത് അതെല്ലാവർക്കും കിട്ടണമെന്നില്ല. നമ്മുടെ കൈർലി ഫോർട്ട് ട്രിവാൻഡ്രം ബ്രാഞ്ചിന്, നമ്മുടെ എക്കോസ്റ്റീമിയം ക്ലബിന് 10% ലേബർ സർവീസ് ഓഫർ കിട്ടും. മീൻസ് ഓരോ പീരിയോഡിക് സർവീസിലും 10% ലേബർ ഓഫ് കിട്ടാറുണ്ട്. അപ്പോൾ അതും കൂടെ കുറച്ചപ്പം ആ പൈസ 4400 രൂപ, ഇല്ലെങ്കിൽ ഒരു 4600 ആ ഒരു റേഞ്ചിൽ വന്നേനെ. എങ്കിലും 4600 രൂപയുടെ സർവീസ്, അതും 1 ലക്ഷം കിലോമീറ്ററിന്റെ 4600 രൂപയ്ക്ക് 1 ലക്ഷം കിലോമീറ്റർ സർവീസ് ചെയ്യാൻ പറ്റുന്ന വേറെ ഏത് ബ്രാൻഡ്? അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു ചെറിയ വണ്ടിയോ അല്ല, ഒരു കോമ്പാക്ട് SUV കാറ്റഗറിയിൽ പെടുന്ന ഒരു വണ്ടിയാണ്. അത്യാവശ്യം നമുക്ക് പറയുമ്പോൾ ഒരു വലിയ വണ്ടി എന്ന് തന്നെ ആണെങ്കിൽ സാധാരണക്കാരന് പറയാം ഇതൊരു വലിയ വണ്ടി തന്നെയാണ്, നമ്മുടെ വലിയ വണ്ടി തന്നെയാണിത്. അപ്പോൾ ആ ഒരു വലിയ വണ്ടി എന്നുള്ളൊരു നിലയ്ക്ക് 4600 രൂപ അല്ലെങ്കിൽ 4400 രൂപയ്ക്ക് സർവീസ് തരുന്ന വേറെ ഏത് ബ്രാൻഡ് അല്ലെങ്കിൽ വേറെ ഏത് വണ്ടിയുണ്ട്? ഒന്ന്
കമന്റ് ബോക്സിൽ ഒന്ന് പറഞ്ഞേക്കണേ. ഒരു അറിവിന് വേണ്ടിയിട്ട് ചോദിക്കുന്നത്, വേറെ നമ്മൾ വേറെ ആ വണ്ടി വലുത് ഈ വണ്ടി ചെറുത് അങ്ങനെ ഒരു രീതിയിൽ പറയുന്നതല്ല, ഒന്ന് ജസ്റ്റ് ഒരു അറിവിന് വേണ്ടി ചോദിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ ഏതെങ്കിലും വണ്ടി ഉണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞേക്കാം. ഫ്രീ സർവീസ് ആയിട്ടുള്ള അല്ലാണ്ട് ഫ്രീ സർവീസ് അല്ലാണ്ട് പെയ്ഡ് സർവീസിൽ ഏത് വണ്ടി ഇത്രയും കുറച്ച് ചെയ്യാൻ പറ്റും എന്ന് ഒന്ന് പറഞ്ഞേക്കണേ. അപ്പം അടുത്ത പറയാനുള്ളതെന്ന് വെച്ചാൽ, എൻ്റെ വണ്ടി ഒരു ക്വിക്ക് സർവീസ് കാറ്റഗറിയിലാണ് സർവീസ് ചെയ്ത് തന്നത്. ക്വിക്ക് സർവീസ് കാറ്റഗറിയുടെ പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാവർക്കും അറിയാം, 90 മിനിറ്റ്സ്, ലെസ് ദാൻ 90 മിനിറ്റ്സിൽ അവർ സർവീസ് ചെയ്ത് വണ്ടി തരണം. എക്സ്ക്ലൂഡിങ് വാഷ് ആണ് കേട്ടോ 90 മിനിറ്റ്സ് എന്ന് പറയുമ്പോൾ. അതിൽ 2 ടെക്നീഷ്യൻ ആയിരിക്കും വണ്ടി സർവീസ് ചെയ്യുന്നത്. നോർമലി എന്ന് പറയുമ്പോൾ ഒരു ടെക്നീഷ്യൻ മാത്രമായിരിക്കും വണ്ടി സർവീസിന് കാണുന്നത്. ഇത് പക്ഷേ 2 ടെക്നീഷ്യൻ കാണും ക്വിക്ക് സർവീസ് ആയതുകൊണ്ട്. പിന്നെ നിങ്ങൾ ഒരു അപ്പോയിൻമെന്റ് എടുത്തിട്ട് പോകുന്ന ഒരു പ്രീ അപ്പോയിൻമെന്റ് ബുക്ക് ചെയ്തിട്ട് പോകുന്ന ഒരു വണ്ടി ആയിരിക്കണം. വണ്ടിക്ക് വരെ കംപ്ലൈൻറ്റ്സ് ഒന്നും കാണാൻ പാടില്ല. എങ്കിൽ മാത്രമേ ക്വിക്ക് സർവീസ് കാറ്റഗറിയിൽ അവർക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം ക്വിക്ക് സർവീസ് എന്ന് പറയുമ്പോൾ ഈ പറഞ്ഞ പോലെ പെട്ടെന്ന് ചെയ്യണമെന്ന് കംപ്ലൈൻറ്റ്സ് ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് ക്വിക്ക് സർവീസ് കാറ്റഗറിയിൽ പെടില്ല. പിന്നെ അവരുടെ സ്ലോട്ടിൽ, അതായത് അവർക്ക് ഒരു ദിവസം ഇത്ര ക്വിക്ക് സർവീസ് ചെയ്യാൻ പറ്റുള്ളൂന്നുണ്ട്. അപ്പോൾ ആ ഒരു സ്ലോട്ടിൽ നിങ്ങളുടെ വണ്ടി ഉണ്ടെങ്കിൽ മാത്രം. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ റിക്വസ്റ്റ് ചെയ്യാം ക്വിക്ക് സർവീസിൽ തരുമോ എന്ന്. അപ്പോൾ അങ്ങനത്തെ ക്വിക്ക് സർവീസിൽ പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വണ്ടി പെട്ടെന്ന് സർവീസ് ചെയ്ത് കിട്ടും. പിന്നെ എനിക്ക് അടുത്ത പറയാനുള്ളതെന്ന് പറയുന്നത്, നമ്മുടെ 2 ടെക്നീഷ്യൻസും നല്ല അടിപൊളിയായിട്ട് നമുക്ക് കാര്യമായിട്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തന്നു. ഇന്ന കാര്യങ്ങളാണ് നമ്മൾ ചെയ്യുന്നത്, ഇതാണ് വളരെ വളരെ സ്പെസിഫിക് ആയിട്ട് തന്നെ അവർ പറഞ്ഞു തന്നു. ശരിക്കും പറഞ്ഞാൽ നല്ല നോളജ് ഉള്ള 2 ടെക്നീഷ്യൻസ് ആണ് കേട്ടോ. അവർ അടിപൊളിയായിട്ട് പറഞ്ഞു തന്നു. അതിനുശേഷം നമുക്ക് ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് അപ്രൂവൽ തന്ന കൈർലി ഫോർഡിൻ്റെ ട്രിവാൻഡ്രം DGM ശ്രീ വിവേക്, പുള്ളിയുടെ അടുത്ത് ഞാനിങ്ങനെ ഒരു റിക്വസ്റ്റ് ചെയ്തു, എനിക്ക് തനക്കൊരു വീഡിയോ എടുക്കണം. അപ്പോൾ പുള്ളി ഒരു കുഴപ്പമില്ലാണ്ട് തന്നെ പുള്ളി സമ്മതിച്ചു തന്നു. വീഡിയോ എടുക്കാനുള്ള പെർമിഷനും അലോ ചെയ്തു. നോർമലി അവരുടെ ഈ പറഞ്ഞ പോലെ ബേ ഭാഗത്തുനിന്ന് നമുക്ക് തന്നെ ക്യാമറ ഒന്നും അലൗഡ് അല്ല. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് ആരും ഇത് പോയിട്ട് ഇതേപോലെ വീഡിയോ എടുക്കാൻ നിൽക്കരുത്. എങ്ങനെ എന്തെങ്കിലും വീഡിയോ എടുക്കണമെന്നുണ്ടെങ്കിലും അവരുടെ അടുത്തൊരു പെർമിഷൻ ചോദിക്കുക. മീൻസ് ഓരോ കമ്പനിയുടെ പോളിസീസ് ഉണ്ട്, അത് നമ്മൾ നോക്കേണ്ടത് നമ്മുടെ കൂടെ ഉത്തരവാദിത്വമാണ്. അപ്പം അത് നിങ്ങൾ ഉറപ്പുവരുത്തുക. പിന്നെ അതുപോലെ തന്നെ പാർട്സിൻ്റെ മാനേജർ ശ്രീ റസ്ലിഫ് ഖാൻ, പുള്ളി പാർട്സിൻ്റെ സോണലായിട്ടാണ്. പുള്ളി എല്ലാ കാര്യത്തിനും, ക്ലബിൻ്റെ കേസ് ഉണ്ടെങ്കിൽ എന്ത് കേസ് ഉണ്ടെങ്കിലും ആരാണെങ്കിലും പുള്ളിക്ക് ഒരു സപ്പോർട്ട്, പുള്ളിയുടെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ ഭയങ്കര അടിപൊളി സപ്പോർട്ടാണ്. എന്ത് കേസ് ഉണ്ടെങ്കിലും ഇവിടെ ഇപ്പോൾ ഇന്നത്തെ കാലത്ത് എല്ലാവരും ഏറ്റവും കൂടുതൽ ചോദിക്കുന്ന ഒരു ചോദ്യം, നമുക്ക് വണ്ടിക്ക് പാർട്സ് ഒക്കെ കിട്ടുന്നുണ്ടോ, അല്ലെങ്കിൽ ഈ ഒരു വണ്ടി വെക്കാൻ ആൾക്കാർ പേടിക്കുന്ന ഒരു കാര്യം, ഈ വണ്ടിക്ക് പാർട്സ് അല്ലെങ്കിൽ വണ്ടി എടുത്താൽ പണി കിട്ടുമെന്ന് ആൾക്കാർ പേടിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ പാർട്സിനെയും മെയിൻ്റനൻസിനെ സംബന്ധിച്ചിട്ടാണ്. അപ്പോൾ പുള്ളിയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് കേസ് പറഞ്ഞാലും എവിടെയെങ്കിലും സാധനം ഉണ്ടെങ്കിലും തപ്പിയെടുത്തോണ്ട് തരും. അതൊക്കെ ഭയങ്കര ഒരു നമുക്ക് ക്ലബിനൊരു ഭയങ്കര ഒരു അച്ചീവ്മെന്റ് ആണ്. പുള്ളിയെ പോലെയൊക്കെ ഒരു സ്റ്റാഫ് അവിടെ ഇപ്പോഴും, മീൻസ് ഇങ്ങനത്തെ ആൾക്കാർ ഇപ്പോഴും ഓരോ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നു പറയുന്നത്. ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ DGM ആണെങ്കിലും നമുക്ക് എന്ത് കൺസേൺ ഉണ്ടെങ്കിലും പറഞ്ഞാൽ അപ്പോൾ തന്നെ അത് അറ്റൻഡ് ചെയ്യും. വളരെ ഷോർട്ട് സ്പാൻ ഓഫ് ടൈമിൽ അത് ക്ലിയർ ചെയ്ത് തരും. പിന്നെ നമുക്ക് നമ്മുടെ ക്ലബ് അഡ്വൈസറായ സുഹൈലും വളരെ ഒരു ഹാപ്പി ഫേസ് ആയിട്ടുള്ള ഒരു അഡ്വൈസറാണ്. എന്ത് കേസ് ഉണ്ടെങ്കിലും വളരെ പോസിറ്റീവ് മൈൻഡ് ആയിട്ടുണ്ട് നമുക്കത് ക്ലിയർ ആക്കി തരുന്നതാണ്. ഇതാണ് എൻ്റെ 1 ലക്ഷത്തിൻ്റെ സർവീസ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് സർവീസിൻ്റെ കാര്യത്തിൽ. ഞാൻ ടോട്ടലി സാറ്റിസ്ഫൈഡ് ആണ്. എനിക്ക് പറയത്തക്ക രീതിയിൽ വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അത് ഈ ഒരു സർവീസിന് മാത്രമല്ല, ഇതുവരെ എല്ലാ സർവീസസിനും. അപ്പം ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് കാണും വരെ ബൈ.